ഇങ്ങനെ ഇസ്ലാമിനെതിരായ വിമർശനങ്ങൾ ഒരു ഭാഗത്ത്, വെറുപ്പുൽപാദനം ഒരു ഭാഗത്ത്, ഇങ്ങനെയെല്ലാം നടന്നുകൊണ്ടിരിക്കുമ്പോൾ, ലോകത്ത് നിരന്തരമായി ഇസ്ലാം ചർച്ചയായിക്കൊണ്ടിരിക്കുകയും വിമർശിക്കപ്പെടുകയും ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ യഥാർത്ഥത്തിൽ എന്താണ് സംഭവിക്കുന്നത്? ഇങ്ങനെ വിമർശിക്കപ്പെടുന്ന മതത്തിന് എന്താണ് സംഭവിക്കുന്നത്? കുറച്ച് കണക്കുകൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. പ്യൂർ റിസർച്ചിന്റെ കണക്കുകളാണ്. ഇങ്ങനെ 24 മണിക്കൂറും ആഴ്ചയിൽ 7 ദിവസവും മാസത്തിൽ 30 ദിവസവും ഇസ്ലാമിനെ വിമർശിച്ചുകൊണ്ടേയിരിക്കുമ്പോഴും ലോകത്ത് ഏറ്റവും കൂടുതൽ വളരുന്ന മതം, ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് റിലീജിയൻ, അത് ഇസ്ലാമായി കൊണ്ട് തന്നെ തുടരുന്നു. ആളുകൾ ഇസ്ലാമിലേക്ക് കടന്നു വന്നുകൊണ്ടേയിരിക്കുന്നു. ഓരോ ദിവസവും ആളുകൾ ഇസ്ലാമിന്റെ സത്യസന്ദേശം അത് പുൽകിക്കൊണ്ടേയിരിക്കുന്നു എന്ന് കണക്കുകൾ കാണുകയാണ്. ആളുകൾ ഇസ്ലാമിലേക്ക് കടന്നു വന്നുകൊണ്ടേയിരിക്കുന്നു. ഓരോ ദിവസവും ആളുകൾ ഇസ്ലാമിന്റെ സത്യസന്ദേശം അത് പുൽകിക്കൊണ്ടേയിരിക്കുന്നു എന്ന് കണക്കുകൾ കാണുകയാണ്. നമ്മൾ നടത്തിയിട്ടുള്ള ഒരു പഠനം, പ്യൂർ റിസർച്ച് നടത്തിയിട്ടുള്ള ഒരു പഠനം, നമ്മൾ നടത്തിയിട്ടുള്ള ഒരു പഠനം, പ്യൂർ റിസർച്ച് നടത്തിയിട്ടുള്ള ഒരു പഠനം, അതിൽ ആളുകൾ എന്തുകൊണ്ട് ഇസ്ലാമിലേക്ക് കടന്നു വരുന്നു എന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണമായി നമുക്ക് കാണാൻ സാധിക്കുന്നത്, അവർ ഫൈൻഡ് മോർ മീനിങ് ഇൻ ഇസ്ലാം, ജീവിതത്തിന്റെ അർത്ഥം അവർ ഇസ്ലാമിൽ കണ്ടെത്തുന്നു എന്നാണ്. 24% ആളുകൾ എന്ന് വെച്ചാൽ 4 ആളുകൾ കടന്നു വരുന്നുണ്ടെങ്കിൽ അതിൽ ഒരു വ്യക്തി അവർ ഇസ്ലാമിൽ അർത്ഥം കണ്ടെത്തിക്കൊണ്ടുവരുന്നവരാണ്. അതുപോലെ തന്നെ 21% റിലീജിയസ് ടെക്സ്റ്റ് ആൻഡ് സ്റ്റഡീഡ് ഇസ്ലാം, ഇസ്ലാമിന്റെ ടെക്സ്റ്റുകൾ, ഖുർആനും ഹദീസുകളും വായിച്ചുകൊണ്ട് കടന്നു വരുന്നവരാണ്. ഇങ്ങനെ ഇസ്ലാമിനെ കുറിച്ച് പഠിച്ചുകൊണ്ട്, ഇസ്ലാം ജീവിതത്തിന്റെ അർത്ഥം പഠിപ്പിക്കുന്നു എന്നുള്ള ആ യാഥാർത്ഥ്യം മനസ്സിലാക്കിക്കൊണ്ട്, ജീവിതത്തിന്റെ അർത്ഥം മനസ്സിലാക്കിക്കൊണ്ട് ഇസ്ലാമിലേക്ക് കടന്നു വരുന്നവരാണ്. അല്ല, ഞാൻ ആലോചിക്കായിരുന്നു, അബ്ദുള്ള അബ്ബാസിൽ ഇന്നലെ അല്ലെങ്കിൽ 2 ദിവസം മുൻപത്തെ ഒരു വീഡിയോയിൽ നമ്മൾ പറഞ്ഞതുപോലെ, നമ്മൾ അദ്ദേഹം പറഞ്ഞൊരു കാര്യം നമ്മൾ എടുത്തു പറഞ്ഞ് കുറെ ചിരിച്ചു. ഒരു കുട്ടി ഒരു വലിയ റൂമിൽ അല്ലെങ്കിൽ ഒരു ചെറിയ റൂമിലോ വലിയ റൂമിലോ ഒരു 2 വയസ്സോ 3 വയസ്സുള്ള കുട്ടിയെ കയറിയിട്ട് അവിടേക്ക് അപ്പിട്ട് വെക്കുകയാണെങ്കിൽ അത് 2 മിനിറ്റ് കൊണ്ട് തീരും. പക്ഷെ അത് കഴുകി വൃത്തിയാക്കണമെങ്കിൽ, അതൊന്ന് ക്ലീൻ ചെയ്തെടുക്കണമെങ്കിൽ ഒരുപാട് സമയമെടുക്കും എന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. അപ്പൊ ആ ഒരു പ്രിൻസിപ്പൾ വാസ്തവത്തിൽ ഇതുപോലെയുള്ള അബ്ദുള്ള അബ്ബാസിലും അദ്ദേഹത്തിന്റെ കൂട്ടാളികളും ചെയ്യുന്നത് പോലെയുള്ള അവാസ്തവമായിട്ടുള്ള സത്യവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ, ഇല്ലാത്ത കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് വാദിക്കുകയും അതില്ല എന്ന് പിന്നെ അദ്ദേഹത്തെയോ അദ്ദേഹത്തെ വിശ്വസിച്ച മറ്റാളുകളെയോ ഒക്കെ ബോധ്യപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടുള്ളതാണ്. അപ്പൊ അത് എത്രമാത്രം അത് പറയുന്നത് പോലെ അല്ല, അത് അതിനേക്കാളും ഒക്കെ വളരെ ഗൗരവതരമാണ്, അത് വളരെ സത്യമാണ് എന്ന് ബോധ്യപ്പെട്ട ഒരു ദിവസം കൂടിയാണ് എനിക്കിന്ന്. കാരണം കഴിഞ്ഞ 7 ഡയലോഗുകളിലും അബ്ദുള്ള അബ്ബാസിനും സംഘത്തിനും മറുപടി പറയാൻ ആളുകൾ തയ്യാറായിട്ടില്ലെങ്കിൽ അത് എന്തുകൊണ്ടായിരിക്കും എന്ന് എനിക്ക് ഇന്ന് കൃത്യമായിട്ട് മനസ്സിലായി. ഞാൻ പലതവണ മറുപടി പറഞ്ഞിട്ടുണ്ട്. നമ്മൾ പിന്നെ കുറച്ച് സമയം എടുത്താണെങ്കിലും വൃത്തിയാക്കുന്ന കൂട്ടത്തിലായതുകൊണ്ടായിരിക്കാം, മറ്റുള്ളവർക്കൊന്നും അത്രയും സമയം സ്പെൻഡ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടായിരിക്കാം പലപ്പോഴും അതിന് മറുപടി കൊടുക്കാത്തത്. കാരണം അദ്ദേഹം ഇപ്പോ ഈ 8ാമത്തെ 7നും ആരും മറുപടി തന്നില്ല, അപ്പൊ 8നെങ്കിലും ആരെങ്കിലും മറുപടി തരുമെന്ന് അദ്ദേഹം പ്രതീക്ഷിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സങ്കടപ്പെട്ടുകൊണ്ട് അദ്ദേഹം പറഞ്ഞ സ്റ്റേജിൽ കയറി പറഞ്ഞിട്ടുള്ള ചില കാര്യങ്ങൾ, അദ്ദേഹം എങ്ങനെയാണ് മറുപടിയില്ലാത്ത വാദങ്ങൾ ഉന്നയിക്കുന്നത് എന്നും അതിനുവേണ്ടി അവർ ഉപയോഗിക്കുന്ന തന്ത്രങ്ങൾ എന്താണ് എന്നും തരികിടകൾ എന്താണ് എന്നുമാണ് നമ്മൾ ഇന്ന് പരിശോധിക്കുന്നത്. അപ്പൊ എല്ലാവർക്കും അൺമാസ്കിംഗ് നവ ദാഇ എന്ന് പറയുന്ന ഈ പുതിയ പരമ്പരയുടെ ആദ്യത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഡയലോഗ് 8.0 അബ്ദുള്ള അബ്ബാസിൽ അവതരിപ്പിച്ച വിമർശിച്ചിട്ടും വളരുന്ന ഇസ്ലാം എന്ന അദ്ദേഹത്തിന്റെ അവതരണത്തെ കീറി മുറിച്ച് പരിശോധിച്ചുകൊണ്ട് നമ്മൾ അതിന് മറുപടി കൊടുക്കുകയാണ്. അതിൽ നമ്മൾ പ്രധാനമായിട്ടും അബ്ദുള്ള അബ്ബാസിലിന്റെ തള്ളും തരികിടകളുമാണ് നമ്മൾ ഇന്ന് ഇവിടെ കൈയോടെ പിടികൂടുന്നത്. ഡയലോഗ് 8.0 അല്ലെങ്കിൽ ഡയലോഗ് ഇതുവരെ ആരും മറുപടി പറഞ്ഞിട്ടില്ല എന്ന അന്ധവിശ്വാസത്തിനും ബാസിലിന്റെ തള്ളിനുമുള്ള മറുപടിയായിട്ട് ഇതെല്ലാവരും പരമാവധി വിശ്വാസികളിലേക്ക് എത്തിക്കുക. വിശ്വാസികൾ ഇതുവരെ മറുപടി കിട്ടാത്ത മറുപടി, കഴിഞ്ഞ 4-5 വർഷമായിട്ട് കാത്തിരുന്നിട്ടും ഒരു മറുപടി പോലും കിട്ടിയില്ല എന്ന വിഷമത്തിൽ നിന്ന് ആദ്യമായിട്ടെങ്കിലും ഒരു മറുപടി കിട്ടി എന്ന സന്തോഷം മാലോകരായ മലയാളികളായിട്ടുള്ള മുഴുവൻ മുസ്ലിങ്ങളിലേക്കും എത്തിക്കാൻ നിങ്ങൾ പരമാവധി ശ്രമിക്കുക. അത് നിങ്ങൾക്കും അതുവഴി ഇസ്ലാമിനും വലിയ ഒരു ഹൈറായി തീരട്ടെ എന്ന് മാത്രമാണ് ആശംസിക്കുന്നത്. അപ്പൊ എന്തായാലും നമ്മൾ ഇന്നത്തെ വിഷയത്തിലേക്ക് കടക്കുകയാണ്. വിമർശിച്ചിട്ടും വളരുന്ന ഇസ്ലാം, അതാണ് ഇദ്ദേഹത്തിന്റെ ഒരു വിഷയം. അതിൽ അദ്ദേഹം പറയുന്നത് 8ാമത്തെ ഡയലോഗിലേക്ക് ആളെ ക്ഷണിച്ചുകൊണ്ട് അവർ പറഞ്ഞതെന്ന് വെച്ചാൽ ഇസ്ലാം വിമർശനമൊക്കെ തീർന്നു, ഇസ്ലാം വിമർശനമൊന്നും ഇപ്പൊ ഇല്ല, ആളുകൾ അങ്ങ് മറുപടി കൊടുത്തോടുകൂടി എല്ലാവരും മാളത്തിലൊടിച്ചു, വിമർശകരൊക്കെ പിൻവാങ്ങി, വിമർശകർക്കൊക്കെ കാര്യം മനസ്സിലായി, ഇപ്പൊ ഇസ്ലാമിനെ കുറിച്ച് അത്ര കാര്യമായി വിമർശനമൊന്നുമില്ല എന്ന് പറഞ്ഞ് ആളുകളെ ഇൻവൈറ്റ് ചെയ്ത് ഞങ്ങളുള്ള കാലത്തോളം ആരും ഇസ്ലാമിനെ വിമർശിക്കില്ല, അതൊക്കെ ഞങ്ങൾ നോക്കിക്കോളാം എന്ന് പറഞ്ഞ് ആളുകളെയൊക്കെ അവിടെ കൊണ്ടുവരുത്തിയിട്ട് അവിടെ നിന്നിട്ട് എഴുന്നേറ്റ് പറയാണ്, ലോകത്തെമ്പാടും ഇസ്ലാമിനെതിരെയുള്ള ഭീകരമായ വിമർശനങ്ങളാണ്, വെറുപ്പുൽപാദനമാണ്, ഇസ്ലാമിനെയും മുസ്ലിങ്ങളെയും കരിവരുത്തിയേക്കാനുള്ള ശ്രമമാണ്, ശത്രുതയാണ്, പ്രശ്നമാണ് എന്ന ഇരവാദ കരച്ചിലാണ് അബ്ദുള്ള അബ്ബാസിന്റെ. നമുക്കത് കേട്ടു തന്നെ തുടങ്ങാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടം തൊട്ട് മക്കയിലെ മുശ്രിക്കുകളും അതിനുശേഷം യഹൂദരും നസാറാക്കളും അതിനെ തുടർന്ന് ലോകത്തിന്നോളം ഇസ്ലാമിന്റെ റസൂലിലൂടെയുള്ള പൂർത്തീകരണത്തിന്റെ തുടക്കം തൊട്ട് തന്നെ ഇസ്ലാം വിമർശിക്കപ്പെടുകയും എതിർക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ആശയപരമായതും കായികവുമായ പലതരം പ്രതിസന്ധികളെ മറികടന്നുകൊണ്ടാണ് ഇന്ന് കാണുന്ന രൂപത്തിൽ ഇസ്ലാം വളർന്ന് പന്തലിച്ചിട്ടുള്ളത്.
മുഹമ്മദ് നബിയുടെ തുടക്കം മുതൽ തന്നെ ഇസ്ലാമിനെതിരെ വിമർശനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇത് നമ്മൾ കേട്ട് തഴമ്പിച്ച ക്ലീശയാണ്. നിരവധിയായിട്ടുള്ള പ്രയാസങ്ങളെയും പ്രതിസന്ധികളെയും അതിജീവിച്ചുകൊണ്ടാണ് ഒരു പ്രസ്ഥാനം എന്ന നിലക്ക് ഇസ്ലാം വളർന്നു പന്തലിച്ചത് എന്നാണ് പറഞ്ഞത്. വാസ്തവത്തിൽ കായികമായ അധ്വാനത്തിലൂടെയാണ്, സായുധമായ വിപ്ലവത്തിലൂടെയാണ് ഇസ്ലാം ഇന്ന് കാണുന്ന വിധം വളർന്നു പന്തലിച്ചത് എന്ന് പറഞ്ഞാൽ അതായിരിക്കും കൂടുതൽ ശരി. ഇസ്ലാമിനെതിരെ കായികമായിട്ടുള്ള ചെറുത്തുനിൽപ്പുകളല്ലാതെ, അതല്ലെങ്കിൽ ഇസ്ലാമിന്റെ അക്രമത്തിനോടുള്ള ചെറുത്തുനിൽപ്പുകളല്ലാതെ ഇസ്ലാമിന് നേരെ ഏതെങ്കിലും തരത്തിൽ സംഘടിതമായ ഒരു അക്രമം ആകെ ഇവർക്ക് പറയാനുണ്ടാവുക ഒരു ഖന്തക്ക് യുദ്ധം മാത്രമാണ്. അത് എവിടെയാണ് ഖന്തക്ക് ഉണ്ടായത്, എങ്ങനെയാണ് ഖന്തക്ക് ഉണ്ടായത് എന്നൊക്കെ അറിയാത്ത വിശ്വാസികൾ ഒരുപക്ഷെ ഇത് വിചാരിക്കും, മുഹമ്മദ് നബി തൗഹീദ് പറഞ്ഞതോടുകൂടി മുഹമ്മദിനെ തല്ലാനും കൊല്ലാനും അവിടെയുള്ള ആളുകളെല്ലാവരും ചുറ്റും കൂടി പിന്നെ കോട്ട വളഞ്ഞു, വീട് വളഞ്ഞു, പല കഥകൾ കേട്ട് എന്നിട്ട് അതിൽ നിന്നൊക്കെ രക്ഷപ്പെട്ട് രാജ്യരാമാനെ ഓടിപ്പോയി ഹിജറ പോയി കഷ്ടപ്പെട്ട് അള്ളാഹുവിനുള്ള ഹിദായത്ത് അല്ലെങ്കിൽ അള്ളാഹുവിനുള്ള ഈമാൻ നട്ട് നനച്ച് ഇസ്ലാം നബി കെട്ടിപ്പൊക്കിയത് വല്ലാതെ കഷ്ടപ്പെട്ടിട്ടാണ്, പട്ടിണി കടന്ന് വയറിൽ കല്ല് വെച്ച് കെട്ടിയിട്ട് വളർത്തിയെടുത്ത പ്രസ്ഥാനമാണ് ഇസ്ലാം എന്നൊക്കെ വിശ്വസിക്കുന്ന സാധാരണക്കാരായിട്ടുള്ള പാവപ്പെട്ട ജനങ്ങളുടെ മുമ്പിലേക്ക് ഒരിക്കൽ കൂടി ആ ഒരു ക്ലീശ ഡയലോഗ് വെച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു തുടങ്ങുന്നത് എന്താണെന്ന് വെച്ചാൽ, അന്ന് കാലം മുതൽ ഇസ്ലാമിനെതിരെ വിമർശനമുണ്ട്, അതിനെയൊക്കെ അതിജീവിച്ചുകൊണ്ട് ഇസ്ലാം വളർന്നു. കായികമായിട്ട് ഒരുപാട് അക്രമങ്ങൾ നേരിട്ടു, ആശയപരമായിട്ടും നേരിട്ടു. രണ്ട് കാര്യങ്ങളാണ് പറയാറുള്ളത്. ഒന്ന്, ആശയപരമായ ഇസ്ലാമിനെതിരെയുള്ള വിമർശനങ്ങളെ ഒന്നിനെപ്പോലും മുഹമ്മദിന് നേരിടാൻ കഴിഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല, അതിനെ സായുധമായി നേരിടുകയാണ് മുഹമ്മദും സംഘവും അവിടെ നിന്നിങ്ങോട്ട് ഇസ്ലാമിൽ ഇക്കാലം അത്രയും ചെയ്തു പോന്നിട്ടുള്ളത്. അത് നമുക്ക് അവസാനത്തിലേക്ക് കുറച്ചുകൂടി വ്യക്തമാകും. പിന്നെ സായുധമായിട്ടുള്ള അക്രമം എന്ന് പറഞ്ഞാൽ മുഹമ്മദിന്റെ പേര് കേട്ടാൽ ആ പ്രദേശത്തിലുള്ള ആളുകൾക്കൊക്കെ ഭയം ജനിക്കുമായിരുന്നു എന്നാണ്. ബദറിലെ വിജയത്തോടു കൂടിയാണ് മുഹമ്മദ് പ്രത്യാക്രമണങ്ങളും പ്രതിക്രിയകളും പ്രതികാര നടപടികളും തുടങ്ങിയത് എന്ന് സീറകളിൽ നല്ല വെണ്ടക്ക അക്ഷരത്തിൽ മലയാളത്തിൽ പോലും എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ ആ ക്ലീശെ തൽക്കാലം നമ്മൾ മാറ്റിവെക്കാം. നമുക്ക് ഇന്നത്തെ വിഷയത്തിലേക്ക് വേഗത്തിൽ പോകേണ്ടതുണ്ട്. കൂടുതൽ വിശദമായിട്ട് അദ്ദേഹത്തിന്റെ തള്ളും തരികിടയും തുറന്നു കാണിക്കേണ്ടതുണ്ട്. അപ്പൊ അതുകൊണ്ട് ആ ക്ലീശെ നമുക്ക് തൽക്കാലം മാറ്റിവെക്കാം. ഇന്നും സോഷ്യൽ മീഡിയയുടെ കാലത്തും അത് തുടരുന്നു എന്നാണ് ബാസിൽ പറയുന്നത്. ഇന്ന് ആധുനിക കാലഘട്ടത്തിൽ സോഷ്യൽ മീഡിയയുടെ യുഗത്തിലും ഇത് തന്നെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. സോഷ്യൽ മീഡിയയുടെ യൂട്യൂബിന്റെ ഈ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ വിമർശിക്കപ്പെടുന്ന മതം അത് ഇസ്ലാം തന്നെയാണ്. ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന മതം അത് ഇസ്ലാം തന്നെയാണ്. സ്വാഭാവികമായിട്ടും അതിന്റെ കാരണം എന്താണെന്ന് അബ്ദുള്ള ബാസിൽ തന്നെ വിശദീകരിക്കുകയും ചെയ്യും. ഏറ്റവും കൂടുതൽ വിമർശിക്കപ്പെടുന്ന മതം, ഒരു മതം എന്ന നിലയ്ക്ക് ഏറ്റവും കൂടുതൽ വിമർശിക്കപ്പെടുന്ന മതം ഇസ്ലാമാണ്. അതിന് പ്രാഥമികമായിട്ട് നമ്മൾ ഇങ്ങനെ പറയാം, ഒരു മതം എന്ന രീതിയിൽ ഏറ്റവും കൂടുതൽ മിഷനറി പ്രവർത്തനം നടത്തുന്നതും മറ്റെല്ലാ മതങ്ങളും തെറ്റാണെന്നും ഞങ്ങളുടേത് മാത്രമാണ് ശരിയെന്നും ഞങ്ങളുടെ മതത്തിലേക്ക് വന്നാൽ മാത്രമേ മോക്ഷം ഉണ്ടാവുകയുള്ളൂ എന്നും ദൈവത്തിൽ വിശ്വസിക്കുന്ന മനുഷ്യരെ നോക്കി കൊഞ്ഞനം കുത്തിക്കൊണ്ടിരിക്കുന്ന ഏക മതം ഇസ്ലാമാണ് എന്നതുകൊണ്ട് തന്നെ ഇസ്ലാമിനെ മറ്റെല്ലാ മതവിശ്വാസികളും ദൈവവിശ്വാസികളും ഇവരുടെ ഈ അവകാശവാദങ്ങളെ എതിർക്കുകയും അവരവരുടെ മതങ്ങളുടെ അഭിമാനം സംരക്ഷിക്കാൻ, അവരുടെ സ്വത്വം സംരക്ഷിക്കാൻ അവർ നിങ്ങൾക്കെതിരെ വിമർശനം ഉന്നയിക്കുകയും ചെയ്യും. ഇസ്ലാമിന്റെ ചെയ്തികൾ, ഇസ്ലാമിന്റെ കെടുതികൾ അനുഭവിക്കുന്നവർ, ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്നവർ, ഇസ്ലാമിനെ വിമർശിക്കുന്നവർ, അവർ നേരിടേണ്ടി വരുന്ന തിക്താനുഭവങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ഇസ്ലാമിന്റെ സാമൂഹ്യ രാഷ്ട്രീയ നിയമങ്ങൾ പുറത്തെടുത്തുകൊണ്ട് അതിനെ വിമർശിക്കുന്ന ഇസ്ലാം ഉപേക്ഷിച്ച ആളുകൾ അല്ലെങ്കിൽ മുർത്തദ്ദുകൾ, അവർക്ക് ജീവൻ നിലനിർത്താവുന്ന രാഷ്ട്രീയ പ്രദേശങ്ങളിൽ ജീവിക്കുന്നവർ ഇസ്ലാമിനെതിരെ നിരന്തരം ശബ്ദിക്കും. അതുകൊണ്ട് സ്വാഭാവികമായിട്ടും ആധുനിക കാലത്ത് ഇക്കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ വിമർശിക്കപ്പെടുന്ന മതം ഇസ്ലാമായിരിക്കും. അതിൽ സംശയമൊന്നുമില്ല. വടി കൊടുത്ത് മേടിക്കുന്ന അടിയാണ് ചന്തി നീട്ടി വാങ്ങുക എന്നല്ലാതെ യാതൊരു നിർവാഹവും അതിനില്ല. അതിൽ നിലവിളിക്കേണ്ട കാര്യമില്ല. നമ്മളൊന്ന് കണക്കെടുത്തു നോക്കിയാൽ, യൂട്യൂബിലുള്ള ചാനലുകൾ പരിശോധിച്ചു നോക്കിയാൽ 10,000-കണക്കിന് 50,000-ന് മുകളിലുള്ള ലക്ഷക്കണക്കിന് ഫോളോവേഴ്സ് ഉള്ള യൂട്യൂബ് ചാനലുകളുടെ കണക്കുകൾ പരിശോധിച്ചു നോക്കിയാൽ നമുക്കവിടെ കാണാൻ സാധിക്കുന്നത് എണ്ണിയാലൊടുങ്ങാത്ത ഇസ്ലാം വിമർശനത്തിനു വേണ്ടി മാത്രം ഒഴിഞ്ഞുവെച്ച ചാനലുകൾ ഒരുപാടെണ്ണം നമുക്ക് കാണുകയാണ്. വലിയ ചാനലുകൾ മാത്രമാണ്. അപ്പൊ സോഷ്യൽ മീഡിയയിൽ കയറി യൂട്യൂബിന്റെ ചാനലുകളുടെ എണ്ണം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് യൂട്യൂബ് ചാനലുകൾ ഇസ്ലാമിനെ വിമർശിക്കാൻ വേണ്ടി മാത്രമുണ്ട് എന്നാണ്. അത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെയാണ്. യൂട്യൂബ് എടുത്ത് തുറന്നു നോക്കിയാൽ ഇസ്ലാമിനെ വിമർശിക്കാനുള്ള യൂട്യൂബ് ചാനലുകളുടെ 1000 മടങ്ങ് ഇസ്ലാമിക ദഅ്വ പ്രവർത്തനത്തിനു വേണ്ടി, ഇസ്ലാം ഇതര മതസ്ഥരിലേക്ക് പ്രചരിപ്പിക്കാൻ വേണ്ടി, ഇസ്ലാമിക സംവിധാനങ്ങൾക്ക് ശക്തി പകരാൻ വേണ്ടി, ഇസ്ലാമാണ് ശരിയെന്ന് ശക്തിയുക്തം വാദിക്കാൻ വേണ്ടി 10,000 മടങ്ങിലധികം യൂട്യൂബ് ചാനലുകൾ ഇസ്ലാം വിമർശന ചാനലിനേക്കാളും നിങ്ങൾക്ക് സോഷ്യൽ മീഡിയയിൽ കാണും. അപ്പൊ അത് മാത്രം ഉണ്ടായാൽ മതി, ഇസ്ലാമിനെതിരെ വിമർശനം ഒന്നും ഉണ്ടാവരുത് എന്നുള്ളതാണ് അബ്ദുള്ള ബാസിൽ പറയുന്നത്. ഈ വിമർശിക്കുന്ന ചാനലുകളുടെ എണ്ണം ഇസ്ലാം പ്രചരിപ്പിക്കാനും ഇസ്ലാമിക ദഅ്വത്ത് നടത്താനും ഇസ്ലാമിക അധ്യാപനത്തിനും വേണ്ടി, അല്ലെങ്കിൽ ഇതര മതസ്ഥരെ ചൊറിയാനും മറ്റുള്ളതൊക്കെ മോശമാണെന്ന് പറയാനും ഇസ്ലാമിലേക്ക് ആളുകളെ ദഅ്വത്ത് നടത്തി ആളുകളെ കൊണ്ട് ഷഹാദത്ത് കലിമ ചൊല്ലുന്നത് ടെലികാസ്റ്റ് ചെയ്യാനും വേണ്ടി പ്രവർത്തിക്കുന്ന വീഡിയോ ചാനലുകളുടെ, യൂട്യൂബ് ചാനലുകളുടെ എണ്ണം കൂടി വെച്ചിട്ട് വേണം അബ്ദുള്ള ബാസിൽ ഈ താരതമ്യം നടത്താൻ. അങ്ങനെ ഉണ്ടാവാം, ഉണ്ടെങ്കിലും അതിന്റെ കാരണവും ഞാൻ നേരത്തെ പറഞ്ഞു തന്നെയാണ്. അതിന് കുറച്ചുകൂടിയും തെളിവ് അബ്ദുള്ള ബാസിൽ തന്നെ അദ്ദേഹത്തിന്റെ സംശയത്തിലൂടെ ഇവിടെ നമ്മുടെ മുന്നിൽ വെക്കും. മലയാളത്തിൽ പരിശോധിച്ചു നോക്കുക. ഇസ്ലാമിനെ വിമർശിക്കുക എന്ന ഒറ്റ ലക്ഷ്യത്തിനു വേണ്ടി
ഇങ്ങനെ വലിയ വലിയ ചാനലുകൾ 10 മടങ്ങ് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ആലോചിച്ച് നോക്കുക, ഹിന്ദു മതത്തെ വിമർശിക്കുക എന്ന ഒരൊറ്റ ലക്ഷ്യം മാത്രം വെച്ചുകൊണ്ടുള്ള എത്ര യൂട്യൂബ് ചാനലുകൾ നിങ്ങളുടെ പരിചയത്തിലുണ്ട്? ഞാൻ നേരത്തെ പറഞ്ഞതിലെ എല്ലാത്തിന്റെയും സംഗ്രഹിച്ച ഉത്തരം ഇതിനകത്ത് ക്ലിയർ ആയിട്ട് കിട്ടും. ക്രിസ്ത്യാനികളെ കുറിച്ച് ചോദിക്കുന്ന ചോദ്യത്തിൽ അതിന്റെ ഉത്തരവോടി പറയുമ്പോൾ എല്ലാവർക്കും കാര്യം മനസ്സിലാവും. ഇസ്ലാമിനെ മാത്രം വിമർശിക്കുക എന്ന ഒറ്റ ലക്ഷ്യം മുൻനിർത്തി പ്രവർത്തിക്കുന്ന എത്ര ചാനലുകൾ കേരളത്തിൽ മലയാളത്തിലുണ്ട് എന്ന് ചോദിച്ചാൽ എനിക്ക് തോന്നുന്നത് ചിലപ്പോൾ ഒരു 10, 15, 20 ചാനൽ ഉണ്ടാവാം. എന്റെ അറിവിൽ 20 ഞാൻ കണ്ടിട്ടില്ല ഇസ്ലാമിനെ മാത്രം വിമർശിക്കുന്ന ചാനൽ. ഈ ചാനൽ എന്തായാലും താൽക്കാലികം അങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്. അപ്പൊ ഇങ്ങനത്തെ ഒരു 5, 10 ചാനൽ ചിലപ്പോൾ ഉണ്ടായിരിക്കാം. സോ വാട്ട്, ഞാൻ നേരത്തെ പറഞ്ഞ കമ്പാരിസൺ നിങ്ങൾ എടുത്തു നോക്കൂ. ഇസ്ലാം പ്രബോധനത്തിന് വേണ്ടി മാത്രം, ഇസ്ലാമിനെ ന്യായീകരിക്കാൻ വേണ്ടി മാത്രം, അൺമാസ്കിംഗ് എത്തീസം എന്ന് പറഞ്ഞിട്ട് നിരീശ്വരവാദത്തെ അല്ലെങ്കിൽ യുക്തിചിന്തയെ എതിർക്കാനും അതിനെ പൊളിക്കാനും എന്ന പേരിൽ മാത്രം മുസ്ലിങ്ങളുടേതല്ലാത്ത ഏതെങ്കിലും യൂട്യൂബ് ചാനൽ ഉള്ളതായിട്ട് നിങ്ങൾക്കറിയാമോ? അത് നിങ്ങൾ ചെയ്യുകയും ലോകത്തുള്ള സകല മതങ്ങളെയും അധിക്ഷേപിച്ചുകൊണ്ട് അതൊക്കെ മോശമാണ്, ഇസ്ലാം മാത്രമാണ് ശരിയെന്ന് പരസ്യമായി വിളിച്ചു പറയുകയും ഗുരുവായൂരപ്പനെ ആരാധിക്കുന്ന ഒറ്റ കാരണം കൊണ്ട് ഗോപാലട്ടൻ കൊടുത്ത 1 ഏക്കർ സ്ഥലം 10 ആൾക്ക് ദാനം ചെയ്ത് വീട് വെക്കാൻ സ്ഥലം കൊടുത്താൽ അതൊന്നും പ്രതിഫലമില്ലാത്ത വിഫലമായ കർമ്മമായി പോകുമെന്നും ഒരാൾ സ്വന്തം മാതാവിനെ വ്യഭിചരിക്കുന്നതിനേക്കാളും വലിയ പ്രശ്നമാണ് ഷിർക്ക് എന്ന് പച്ചയ്ക്ക് വിളിച്ചു പറയുന്നതിനേക്കാളും അമ്പലത്തിന് പിരിവിന് കൊടുക്കുന്നത് വേശ്യാലയത്തിന് പിരിവ് കൊടുക്കുന്നതിനേക്കാളും പ്രശ്നമാണ് എന്ന് വിളിച്ചു പറയുന്ന മൂല്യമാരും ഇസ്ലാമിൻ്റെതല്ലാത്ത മറ്റേതെങ്കിലും ഒരു പ്രത്യയശാസ്ത്രത്തിൽ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റുമോ? സ്വാഭാവികമായിട്ട് ഇസ്ലാമിനെ വിമർശിക്കാൻ വേണ്ടി മാത്രമായിട്ട് പ്രവർത്തിക്കുന്ന ചാനലുകൾ ഉണ്ടാവും. എനിക്ക് സമയമില്ലാത്തതുകൊണ്ടാണ്, എന്റെ അവസ്ഥ മോശമായതുകൊണ്ടാണ്. അല്ലെങ്കിൽ ഞാൻ 24/7 കുത്തിയിരുന്ന് ഇസ്ലാമിനെ വിമർശിക്കും. അതിനെന്താ പ്രശ്നം? നിലവിളിക്കേണ്ട. എന്തുകൊണ്ട് ഹിന്ദു മതത്തിന് ഇല്ലാന്ന് വെച്ചാൽ അതിന്റെ ഉത്തരം ഇതിനകത്ത് വന്നു. ഇനി ക്രിസ്തു മതത്തെ വിമർശിക്കാൻ 2-3 ചാനലൊക്കെ ഉണ്ട്. അതിന്റെ കാരണം എന്താ? അതുകൂടി പറഞ്ഞുതരാം. ക്രൈസ്തവ മതത്തെ വിമർശിക്കുക എന്ന ഒറ്റ ലക്ഷ്യം വെച്ച് മാത്രം എത്ര ചാനലുകളുണ്ട്? 1, 2 ഉണ്ടായേക്കാം. അതേപോലത്തെ 1, 2 പാസ്റ്റർമാരെ നിങ്ങൾക്കും പേര് ഓർമ്മ വരും. സെബാസ്റ്റ്യൻ പുന്നക്കലിനെ പോലെ, അനിൽ കൊടിത്തോട്ടത്തിനെ പോലെ, അല്ലെങ്കിൽ വേറൊരു അനിൽ ഉണ്ടല്ലോ. അങ്ങനെ കുറച്ച് ആളുകൾ ക്രിസ്ത്യാനിറ്റി മാത്രമാണ് ശരി എന്ന് പറയാൻ വേണ്ടി രംഗത്തുള്ളത് കൊണ്ട് തന്നെ ക്രിസ്ത്യാനിറ്റിയെ വിമർശിക്കാനുള്ള ചാനലുകൾ ഉണ്ടാവും. ഇതൊക്കെ ഒരു ആനുപാതികമായിട്ട് ഇസ്ലാമിനെതിരെ വിമർശനം ഉന്നയിക്കാൻ ഇസ്ലാമിക ദഅ്വ ചാനലുകൾക്ക് ആനുപാതികമായ ആൾബലമില്ല, ചാനലുകളില്ല, സംവിധാനങ്ങളില്ല, സാമ്പത്തിക ശേഷിയില്ല. ഉള്ളവർ ഉള്ളത് വെച്ച് അവനവനെ കൊണ്ട് പറ്റുന്നത് പോലെ ചെയ്യാണ്. അത് കണ്ടിട്ട് അത് കാണുമ്പോഴത്തേക്ക് നിങ്ങൾ ഇങ്ങനെ ബേജാറായാൽ, സംഘടിതമായി വളരെ സുശക്തമായ സാമ്പത്തിക സ്ഥിതിയൊക്കെയുള്ള നല്ലൊരു ബിൽഡിങ്ങും നിങ്ങളിപ്പോൾ അൺമാസ്കിംഗ് എത്തീസത്തിന് ഇരിക്കുന്നത് പോലത്തെ നല്ല സ്റ്റുഡിയോയും സെറ്റപ്പും എല്ലാം ഉള്ള ഒരു സംവിധാനവും അതിലേക്ക് ഇതിനുവേണ്ടി കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുന്ന ആളുകളും എല്ലാവരും കൂടിയുള്ള ഒരു പടയുണ്ടെങ്കിൽ ഇസ്ലാമിന്റെ കഥ എന്തായിരിക്കും? ഓരോ ആളുകൾ അവരവരുടെ ഒഴിവു സമയത്തിന് അവരെ കൊണ്ട് പറ്റുന്നത് പോലെ ഒരു മൂലക്കിരുന്ന് പരിമിതമായ സൗകര്യത്തിൽ ഇസ്ലാമിനെതിരെ വിമർശനം ഉന്നയിക്കുമ്പോഴത്തേന് നിങ്ങൾ ഇങ്ങനെ നിലവിളിച്ചാൽ എങ്ങനെയാണ് അബ്ദുള്ള അബ്ബാസിലെ? ഇതൊക്കെ എന്ത് തരം നിലവിളിയാണ് നിങ്ങൾ ആലോചിച്ച് നോക്കൂ. അപ്പൊ അതുകൊണ്ട് ആ നിലവിളിയിൽ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാവും എന്തുകൊണ്ടാണ് ഇസ്ലാമിനെതിരെ മാത്രം വിമർശിക്കുന്ന ചാനലുകൾ, എന്തിനാണ് ലോകത്തെല്ലായിടത്തും ഇസ്ലാമിക വിമർശനത്തിന് പ്രത്യേകം ചാനലുകൾ, എന്തുകൊണ്ടാണ് ക്രിസ്ത്യാനിറ്റിക്കെതിരെ കുറച്ച് ചാനലുകൾ, എന്തുകൊണ്ടാണ് ഹിന്ദുമതത്തിനെതിരെ ഇല്ലാത്തത് എന്നതിനൊക്കെ ഉത്തരം കിട്ടിക്കാണും എന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി ഇദ്ദേഹം ഇവിടെ നിർത്തുന്നില്ല. ഇത് മാത്രമല്ല, ലോകം മൊത്തം എല്ലാവരും ഒന്നു ചേർന്ന് ഇസ്ലാമിനെ തകർക്കാൻ വേണ്ടിയിട്ടുള്ള തീവ്ര പരിശ്രമത്തിലാണെന്നാണ് ബാസിദ് പറയുന്നത്. പക്ഷേ ഇസ്ലാമിനെ വിമർശിക്കാൻ 24 മണിക്കൂറും ഇസ്ലാമിനെ വിമർശിക്കാൻ ദശക്കണക്കിന് ചാനലുകൾ കേരളത്തിൽ പോലും മലയാളത്തിൽ പോലും ഉണ്ട്. ഇങ്ങനെ നിരന്തരമായി ഇസ്ലാം വിമർശിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. സ്വാഭാവികമായിട്ടും നിങ്ങൾ പറഞ്ഞതിനെ പിന്നെയും പറഞ്ഞ് നിലവിളിക്കുകയാണ്. നിങ്ങളെ നിലവിളി നാട്ടുകാർ കേട്ടോട്ടെ എന്ന് മാത്രമേ വിചാരിച്ചിട്ടുള്ളൂ. അതിന് പ്രത്യേക മറുപടിയുടെ ആവശ്യമില്ല. നിങ്ങൾ അടുത്ത പ്രധാനപ്പെട്ട പോയിന്റിലേക്ക് വരൂ. വിമർശിക്കപ്പെടുക മാത്രമല്ല, മീഡിയകളിലൂടെ നെഗറ്റീവ് ന്യൂസുകൾ. ഇപ്പോൾ ഞാനിവിടെ കാണിക്കുന്ന കണക്ക് എന്ന് പറയുന്നത് അമേരിക്കയിൽ മുസ്ലിങ്ങളുമായും ഇസ്ലാമുമായും ബന്ധപ്പെട്ടുകൊണ്ടുള്ള വാർത്തകൾ, അത് വന്നതിൽ 80% വാർത്തകളും നെഗറ്റീവ് ന്യൂസുകളാണ്. അതായത് പത്രത്തിലും അതുപോലെ തന്നെ മാധ്യമങ്ങളിലുമെല്ലാം മുസ്ലിങ്ങളെ കുറിച്ചോ ഇസ്ലാമിനെ കുറിച്ചോ വാർത്ത വന്നിട്ടുണ്ടെങ്കിൽ അതിൽ 100 വാർത്തകൾ വന്നതിൽ 80 എണ്ണവും മുസ്ലിങ്ങളെയോ ഇസ്ലാമിനെയോ കരിവാരി തേക്കുന്നതോ അല്ലെങ്കിൽ അവർക്ക് നെഗറ്റീവായതോ ആണ്. യുണൈറ്റഡ് കിങ്ഡംസിലും അതുപോലെ തന്നെ കാനഡയിലും ഓസ്ട്രേലിയയിലുമെല്ലാം അത് 77, 78, 79 ഒക്കെയാണ്. ഇങ്ങനെയാണ് ന്യൂസിൽ അതുപോലെ തന്നെ മീഡിയയിൽ ഇസ്ലാമിനെ പ്രദർശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തൊരു നിലവിളിയാണ് എന്നാണ് ഞാൻ ചോദിക്കാം. ശരിയാണ്, ഒരു വസ്തുത നമുക്ക് പറയാനുണ്ടത്, പറയുന്നതിൽ പ്രശ്നമൊന്നുമില്ല. പക്ഷേ ഇവിടെ ഇദ്ദേഹം നിലവിളിക്കുന്നത് പോലെയാണോ കാര്യങ്ങൾ? ഇദ്ദേഹം ഒരു തെളിവൊക്കെ വെക്കുന്നു. തെളിവ് വെച്ചിട്ട് എന്ത് കാര്യം പറയുമ്പോഴും അതിന്റെ കോണ്ടെക്സ്റ്റ് മനസ്സിലാക്കണമെന്നും അതിന്റെ സാഹചര്യം മനസ്സിലാക്കണമെന്നും അതിന്റെ കാരണം മനസ്സിലാക്കണമെന്നും സീറ പഠിക്കണമെന്നും തഫ്സീർ പഠിക്കണമെന്നും പറയുന്ന അബ്ദുള്ള അബ്ബാസിൽ ഒരു ചെറിയ സ്ക്രീൻഷോട്ട് മാത്രം കാണിച്ചുകൊണ്ട് ലോകത്ത് അമേരിക്കയിലും കാനഡയിലും ഒക്കെ UK-യിലും ഒക്കെയുള്ള മാധ്യമങ്ങളിൽ ഇസ്ലാം അല്ലെങ്കിൽ മുസ്ലിം എന്ന വിഷയത്തിൽ വരുന്ന വാർത്തകൾ മുഴുവൻ നെഗറ്റീവ് വാർത്തകളാവുന്നു എന്ന് പരിതപിക്കുകയാണ്.
എന്താണ് ഇതിന്റെ വസ്തുത എന്ന് നമ്മൾ പരിശോധിക്കണം. ശരിയാണ്, ഇസ്ലാമിനെതിരെ മുസ്ലിങ്ങൾക്കെതിരായിട്ടുള്ള വാർത്തകൾ, ഇസ്ലാമിനെതിരെയുള്ള നെഗറ്റീവ് വാർത്തകൾ സോഷ്യൽ മീഡിയയിലും പത്രമാധ്യമങ്ങളിലും വരുന്നുണ്ട്. നമ്മളെ നാട്ടിലുള്ള ഒരു ചെറിയ ഉദാഹരണം നിങ്ങൾക്ക് പറഞ്ഞു തന്നുകൊണ്ട് ഞാനത് ക്ലിയർ ചെയ്യാം. അതിനു മുൻപ് ഇവിടെ ഇദ്ദേഹം മറച്ചു പിടിക്കാൻ ശ്രമിക്കുന്ന, ഇദ്ദേഹം വക്രീകരിക്കാൻ ശ്രമിക്കുന്ന ഒരു കാര്യവും അതിന്റെ കോണ്ടെക്സ്റ്റും ഞാൻ നിങ്ങളെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ്. എന്താണ് ഇദ്ദേഹം പറയുന്നത്? അമേരിക്കയിൽ വരുന്ന പത്രമാധ്യമങ്ങളിൽ വരുന്ന വാർത്തകളിൽ വലിയ ഒരു ഭൂരിപക്ഷം വാർത്തകളും 70% വാർത്തകളും മുസ്ലിം ഭൂരിപക്ഷത്തിനെതിരെ വരുന്നത് നെഗറ്റീവായിട്ടുള്ള വാർത്തകളാണ്. ഇസ്ലാം എന്ന പേരിൽ വരുന്നതെല്ലാം നെഗറ്റീവ് വാർത്തകളാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇവിടെ നമ്മൾ ആ വിഷയത്തിലേക്ക് ഒന്ന് പോവാണ്. അതിലേക്ക് പോകുമ്പോൾ എനിക്കിന്ന് കുറച്ച് വാർത്തകളൊക്കെ നിങ്ങളെ കാണിക്കേണ്ടതുണ്ട്. അപ്പൊ ഇതാണ് അദ്ദേഹം കാണിച്ച ആ സ്ക്രീൻഷോട്ടിന്റെ ടൈറ്റിൽ. അദ്ദേഹം കാണിച്ച സ്ക്രീൻഷോട്ടും അത് പ്രസിദ്ധീകരിച്ചിട്ടുള്ള ആ ലേഖനത്തിന്റെ ടൈറ്റിലുമാണ് ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത്. ദ കോൺവെർസേഷൻ എന്ന ഒരു ലേഖനത്തിൽ ഏകദേശം 2,50,000-ഓളം ആർട്ടിക്കിൾസ് പരിശോധിച്ചതിൽ നിന്ന് അവരെത്തിയിട്ടുള്ള ഒരു നിഗമനമായിട്ടാണ് ഇതിവിടെ പറയുന്നത്. നെഗറ്റീവ് ന്യൂസ്, മുസ്ലിംസ് ഓർ ഇസ്ലാം എന്ന് പറയുന്ന രീതിയിൽ വരുന്ന വാർത്തകളിൽ ഭൂരിപക്ഷവും നെഗറ്റീവ് ന്യൂസുകളാണ് എന്നാണ്. ഇതിൽ എന്റെ ചോദ്യം, 2 കാര്യങ്ങളാണ് ഇവിടെ പ്രസക്തമാവുന്നത്. മീഡിയകളിൽ വരുന്ന വാർത്തകളിൽ മതത്തിനെതിരായിട്ടുള്ളത്, മതവിരുദ്ധമായിട്ടുള്ളത് സ്വാഭാവികമായിട്ടുണ്ടാവും. അത് ഇസ്ലാമിനെതിരെ മാത്രം അങ്ങനെ വരുന്നുവെങ്കിൽ അതിൽ ചില പ്രശ്നങ്ങളുണ്ട്. അല്ല, ഇസ്ലാമിനെതിരെ വരുന്നതിൽ കുറച്ച് അധികം ഉണ്ടെങ്കിൽ അതെന്തുകൊണ്ടാണ് എന്ന് നമ്മൾ സന്ദർഭം പരിശോധിക്കേണ്ടതും സാഹചര്യം പരിശോധിക്കേണ്ടതുണ്ട്. അതിലേക്ക് നമ്മൾ പോവാണ്. അപ്പൊ എന്താണ്, അതേ ആർട്ടിക്കിളിൽ ഇതിന് തൊട്ട് മുൻപുള്ള ഒരു ഗ്രാഫ് ഇവിടെയുണ്ട്. മതത്തിന്റെയോ മതവിശ്വാസികളുടെയോ പേര് പരാമർശിച്ചു കൊണ്ടുവരുന്ന വാർത്തകളിൽ ഇസ്ലാമിനെതിരെ മാത്രമല്ല 52% വരുന്ന വാർത്തകൾ ഹിന്ദു മതത്തെയോ ഹിന്ദു വിശ്വാസികളുടെയോ അല്ലെങ്കിൽ ഹിന്ദു മതത്തെയോ പരാമർശിച്ചുകൊണ്ട് വരുന്ന വാർത്തകളിൽ 52% നെഗറ്റീവാണ്. ജൂതന്മാരെ കുറിച്ച് പരാമർശിച്ചു വരുന്നതിൽ 47% നെഗറ്റീവാണ്. ക്രിസ്ത്യൻസിനെ കുറിച്ച് പരാമർശിച്ചു അല്ലെങ്കിൽ ക്രിസ്തു മതത്തെ കുറിച്ച് വരുന്ന വാർത്തകളിൽ 47% നെഗറ്റീവ് ന്യൂസാണ്. ഇനി ഇതിലിപ്പോ നമുക്ക് ഇങ്ങനെ ആലോചിക്കുമ്പം ശരിയാണ്, എന്നാലും മുസ്ലിങ്ങൾക്കെതിരെ വരുന്ന നെഗറ്റീവ് വാർത്തകളുടെ ഒരു പ്രപ്പോസിഷൻ കുറച്ച് കൂടുതലാണ്. അത് കുറച്ച് ആനുപാതികമല്ല, കുറച്ച് അധികം നെഗറ്റീവ് ന്യൂസുകൾ വരുന്നു എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ സ്വാഭാവികമായിട്ട് എന്ത് ആലോചിക്കണം? ഇത് എന്ത് സാഹചര്യത്തിൽ, ഏത് പത്രങ്ങൾ എങ്ങനെ പരിശോധിച്ചു, ഏത് കാലഘട്ടത്തിലെ പത്രങ്ങളാണ് പരിശോധിച്ചത് എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കിയാൽ നമ്മുടെ പ്രശ്നം തീരും. നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. ഈ ആർട്ടിക്കിൾ എഴുതിയവർ അവർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ 2,56,000-ഓളം ആർട്ടിക്കിൾസ് ആണ് ഇവർ ഈ കാലയളവിൽ പരിശോധിച്ചിട്ടുള്ളത്. അമേരിക്കയിൽ നിന്ന് പ്രസിദ്ധീകരിക്കുന്ന 17ഓളം നാഷണൽ ആൻഡ് റീജിയണൽ പത്രങ്ങളിലും മാസികകളിലും ഒക്കെ വന്ന ആർട്ടിക്കിൾസ് ആണ് ഇവർ പരിശോധിച്ചത്. ഏകദേശം 21 വർഷത്തിനുള്ളിൽ. ആ വർഷം നിങ്ങളൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. 1996 മുതൽ ഡിസംബർ 2016 വരെയുള്ള കാലയളവിൽ അമേരിക്കയിൽ പ്രസിദ്ധീകരിച്ച 17ഓളം പത്രമാധ്യമങ്ങളിൽ നിന്ന് അവര് മുസ്ലിം, ഇസ്ലാം എന്ന 2 കീവേഡുകൾ ഉപയോഗിച്ചുകൊണ്ട് സെർച്ച് ചെയ്ത് അവർ കണ്ടെത്തിയ വാർത്തകൾ അനലൈസ് ചെയ്തപ്പോൾ അതിൽ ഏറിയ കൂറും നെഗറ്റീവ് വാർത്തകളായിരുന്നു എന്നുള്ളതാണ്. അതിൽ എന്താണ് അത്ഭുതം എന്നാണ് എനിക്ക് അബ്ദുള്ള അബ്ബാസിനോട് ചോദിക്കാനുള്ളത്. 1996 മുതൽ 2016 വരെ ഉള്ള കാലയളവിൽ ഇസ്ലാം അല്ലെങ്കിൽ മുസ്ലിം എന്ന കണ്ടന്റ് വരുന്ന അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു മെൻഷൻ വരുന്ന വാർത്തകൾ അമേരിക്കയിൽ പത്രമാധ്യമങ്ങളിൽ വരുമ്പോൾ സ്വാഭാവികമായിട്ടും അത് നെഗറ്റീവ് ന്യൂസ് ആവാനുള്ള സാധ്യത വളരെയേറെ കൂടുതലാണ്. കാരണം അവിടുത്തെ പോപ്പുലേഷൻ എന്ന് പറയുന്നത് 2% പോലും 1.5% പോലും മുസ്ലിങ്ങൾ ഇല്ലാത്ത ഒരു രാജ്യത്ത് മുസ്ലിങ്ങളുടെ പേര് പരാമർശിച്ചുകൊണ്ട് വരുന്ന വാർത്തകൾ എവിടെ നിന്നായിരിക്കും? ഇനി ആ കാലഘട്ടത്തിന്റെ പ്രത്യേകത ഞാൻ നിങ്ങളെ കാണിക്കാം. ഗ്ലോബൽ ടെററിസം ഇൻഡെക്സ് 2016 പ്രസിദ്ധീകരിച്ചത് ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ എക്കണോമിക്സ് ആൻഡ് പീസ് എന്ന് പറയുന്ന സ്ഥാപനം, ഓർഗനൈസേഷൻ, അവർ പ്രസിദ്ധീകരിച്ച ഗ്രാഫ് നോക്കൂ. 2010 മുതൽ 2015 വരെയുള്ള കാലയളവിൽ തീവ്രവാദ ആക്രമണങ്ങളിൽ കൊല്ലപ്പെട്ട ആളുകളുടെ എണ്ണമാണ് ഈ ഗ്രാഫിലുള്ളത്. ഈ ഒരു കാലഘട്ടത്തിൽ അമേരിക്കയിൽ പ്രസിദ്ധീകരിക്കപ്പെട്ട വാർത്താ മാധ്യമങ്ങളിൽ മുസ്ലിം എന്ന് പരാമർശമുണ്ടായ വാർത്തകളിൽ വലിയൊരു ശതമാനവും നെഗറ്റീവ് ന്യൂസ് ആയിരുന്നു എന്നതിൽ എന്ത് അത്ഭുതമാണ് ഇദ്ദേഹത്തിന് പറയാനുള്ളത്. ഈ 2016 എന്നൊക്കെ പറയുന്നത് ഏതാ സമയം എന്ന് നിങ്ങൾ ആലോചിക്കേ. 2001 ശേഷം എത്ര വർഷത്തെ നീണ്ട പ്രശ്നങ്ങളിലൂടെയാണ്, പ്രതിസന്ധിയിലൂടെയാണ് അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ കടന്നുപോയത്. ISIS ഉൾപ്പെടെയുള്ള തീവ്രവാദ സംഘങ്ങളുടെ, അൽ ഖ്വയ്ദയുടെ ഒക്കെ ഭീകരാക്രമണം ലോകത്തിന്റെ പല ഭാഗത്തും അതിശക്തമായിട്ട് വേരൂന്നിയിരുന്ന ഒരു കാലഘട്ടത്തിൽ അമേരിക്കയിൽ വന്ന വാർത്തയില് മുസ്ലിം എന്ന് പരാമർശിച്ചപ്പോ അത് നെഗറ്റീവ് ന്യൂസ് ആയി എന്ന് നിലവിളിക്കാൻ നാണമില്ലേ എന്നാണ് നിങ്ങളോട് ചോദിക്കാനുള്ളത്. അപ്പൊ അതുകൊണ്ട് അതിൽ നിന്ന് ഈ താഴെ കാണുന്ന നെഗറ്റീവ് ന്യൂസ് മെൻഷനിങ് മുസ്ലിം ഓർ ഇസ്ലാം ബൈ കൺട്രി എന്ന് പറഞ്ഞിട്ട് അമേരിക്കയുടെയും UK-യുടെയും കാനഡയുടെയും ഓസ്ട്രേലിയയുടെയും ഒക്കെ ഈ ഒരു ചെറിയ പീസ് മാത്രം അടർത്തിയെടുത്ത് ആളുകളെ കാണിച്ച് പറ്റിക്കുന്ന ഏർപ്പാട് എന്തിനാ ചെയ്യുന്നത്? ഇരവാദം മുഴക്കാൻ. ഈ ഇരവാദത്തിന് എന്താ പ്രസക്തിയുള്ളത്?
ഇനി അദ്ദേഹം പറയുന്ന ഒരു കാര്യം ശരിയാണ്, ലോകത്തെമ്പാടും ഇസ്ലാമിനെതിരെയും മുസ്ലിങ്ങൾക്കെതിരെയും ഹേറ്റ്രഡ് ഉണ്ട്, ഇസ്ലാമിനെതിരെ അതിരൂക്ഷമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്, മുസ്ലിങ്ങൾ അതിരൂക്ഷമായിട്ടുള്ള ഹേറ്റ്രഡ് ലോകത്തിന്റെ പല ഭാഗത്തും അനുഭവിക്കുന്നുണ്ട്, രാഷ്ട്രീയമായിട്ടും സാമൂഹികമായിട്ടും വിവേചനങ്ങൾ നേരിടുന്നുണ്ട്. അതൊരു ഫാക്റ്റാണ്, അതില്ല എന്ന് നമ്മൾ പറയുന്നില്ല. പക്ഷേ അതിന് ഇങ്ങനെ ഒരു നിലവിളിയിൽ കാര്യമില്ല, അതിന് കൃത്യമായ സാഹചര്യവും ഉണ്ട്. 2000-ങ്ങൾക്ക് മുമ്പില്ലാത്ത ഒരു പ്രശ്നം 2000-ന് ശേഷം ലോകത്ത് മുസ്ലിമീങ്ങൾ ഒന്നിച്ചനുഭവിക്കേണ്ടി വരുന്നത് 2 പ്രശ്നങ്ങളിലൂടെയാണ്. ഒന്ന് ISIS-നെ പോലെയുള്ള ഒരു സംഘത്തിന്റെ ഉദയം, താലിബാനെ പോലെയുള്ള ഒരു സംഘത്തിന്റെ അഫ്ഗാനിസ്ഥാനിലെ ശക്തി, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള കുറെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ അതിന് കാരണമായിട്ടുണ്ട്. ഏറ്റവും അവസാനം 2001-ലെ 9/11 ശേഷം ലോകത്താകമാനം ഇസ്ലാമിനെതിരെ ശക്തമായിട്ടുള്ള വികാരമുണ്ടായി. അതിൽ ഒരു ഭാഗം മുസ്ലിം വിരുദ്ധമായ ഒരു വികാരമായി അതിതീവ്ര നിലപാടുള്ളവർക്ക് എടുക്കേണ്ടി വന്നു, അവരെടുത്തു. അതിനോട് നമുക്ക് വിയോജിപ്പാണുള്ളത്. പക്ഷേ ഇതിന്റെ പൂർണ്ണമായ ഉത്തരവാദിത്തം ഇസ്ലാം വിരുദ്ധരായ ഏതോ ശക്തികളുടെ മുകളിൽ കൊണ്ടുപോയിട്ട് നിങ്ങൾക്ക് എങ്ങനെയാ വെക്കാൻ പറ്റുക? കൊടുത്താൽ കൊല്ലത്തും കിട്ടും എന്നൊരു ചൊല്ലില്ലേ? അപ്പൊ അതുകൊണ്ട് ആ കാര്യങ്ങളൊക്കെ പരിഗണിച്ചതിന്റെ സന്ദർഭം പരിഗണിച്ചിട്ട് വേണം ഇത്തരം കാര്യങ്ങളൊക്കെ പറയാൻ എന്നാണ് എനിക്ക് നമ്മുടെ അബ്ദുള്ള അബ്ബാസിനോട് പറയാനുള്ളത്. അപ്പൊ ആ ഒരു ഭാഗം നമ്മൾ അങ്ങനെ അവസാനിപ്പിക്കുകയാണ്. ഇനി ആ ഭാഗത്തിൽ എന്താണ് അബ്ദുള്ള അബ്ബാസിന് പറയാനുള്ളത് നമുക്ക് നോക്കാം. മാത്രമല്ല, ഏതുവരെ എന്ന് ചോദിച്ചാൽ മുസ്ലിങ്ങൾക്കെതിരായ ഈ വെറുപ്പും വിദ്വേഷവും മീഡിയകൾ, സോഷ്യൽ മീഡിയയിലൂടെ ഉണ്ടാകുന്നത് അത് വലിയ രൂപത്തിൽ അപകടകരമായ ഒരു അവസ്ഥയിലേക്ക് പോകുന്നു എന്ന് UN പോലും പറയുന്ന ഒരു അവസ്ഥ നമുക്ക് കാണാൻ സാധിക്കും. യുഎന്നിന്റെ സെക്രട്ടറി ജനറൽ പോലും അത് വിശദീകരിക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. ആന്റി മുസ്ലിം ഹേറ്റ്രഡ് അത് ഏറ്റവും വലിയ ഒരു അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു എന്ന് പറയുന്ന ഒരു അവസ്ഥ. ഇങ്ങനെ തീർച്ചയായിട്ടും അങ്ങനെ ഒരു അവസ്ഥയുണ്ട്. ആന്റി മുസ്ലിം ഹേറ്റ്രഡ് ലോകത്തിന്റെ പല ഭാഗത്തും എക്സ്ട്രീം റൈറ്റ് വിങ് പൊളിറ്റിക്കൽ പാർട്ടികളും അതിന്റെ അനുഭാവികളും മുസ്ലിങ്ങൾക്കെതിരെ വെറുപ്പ് ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. അതിന്റെ അലയൊളികൾ രാഷ്ട്രീയമായിട്ട് കേരളത്തിലുണ്ട്, ഇന്ത്യയിലുണ്ട്. അതൊരു വസ്തുതയാണ്. പക്ഷെ അതും ഈ നിലവിളിയുമായിട്ട് ചേർന്ന് പോകുന്നതല്ല. ഈ പ്രശ്നങ്ങൾക്ക്, ഈ ഹേറ്റ്രഡ് ഒരു അനവധി നൂറ്റാണ്ടുകളില്ലാത്ത ഒരു പ്രത്യേക തരം ഹേറ്റ്രഡ് ലോകത്തെമ്പാടും മുസ്ലിങ്ങൾക്കെതിരായി ഉണ്ടായി വരുമ്പോൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്തം എന്ന് പറയുന്നത് ഏകദേശം 1, 2, 3 നൂറ്റാണ്ട് പുറകിലോട്ട് പോയിട്ട് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ്, ഇബ്നു തൈമിയയും ഒക്കെ ഇബ്നു തൈമിയയിലൂടെയൊക്കെ കത്തിച്ചു വെച്ച് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിലൂടെ ഏറ്റെടുത്ത് വഹാബിസം എന്ന പേരിൽ, സലഫിസം എന്ന പേരിൽ ആഗോള ജനതയുടെ ഇടയിലേക്ക് പ്യുവർ ഇസ്ലാം കയറ്റുമതി ചെയ്യാൻ വേണ്ടി സൗദി അറേബ്യയിൽ നിന്ന് വഹാബിസവും സലഫിസവും കയറ്റുമതി ചെയ്യാൻ തുടങ്ങിയ കാലം തൊട്ട് ദഅ്വാ സംഘങ്ങൾ മിഷനറി പ്രവർത്തനത്തിന് സായുധ വിപ്ലവം പോലും ഉപയോഗിക്കാം എന്ന് സിദ്ധാന്തിച്ചത് തൊട്ട് മുസ്ലിം സമൂഹത്തിനെതിരെ വിശ്വാസ്യത കുറവുണ്ട്, ആളുകൾക്ക് ഭയമുണ്ട്. അതിന്റെ ഉത്തരവാദിത്വത്തിൽ നിന്ന് ഈ പറയപ്പെടുന്ന അബ്ദുള്ള അബ്ബാസിൽ പ്രതികരിക്കുന്ന വഹാബിസം എന്ന് പറയുന്ന കേരളത്തിലെ പ്രദേശത്തെ സലഫികളെന്നും മുജാഹിദുകളെന്നും വഹാബികളെന്നും പറയുന്ന ഇവരുടെ ആശയ പിതാക്കന്മാർക്ക്, ആശയ ആചാര്യന്മാർക്ക്, കിതാബ് എഴുതിയ ഷെയ്ഖന്മാർക്ക് മാറി നിൽക്കാൻ പറ്റുമോ? അവരുണ്ടാക്കിയതാണ്. മുസ്ലിം ലോകം ഇന്ന് അനുഭവിക്കുന്ന സകല കെടുതികളുടെയും പ്രശ്നം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബാണ് എന്ന് ലോകത്തെ മുസ്ലിങ്ങൾ തിരിച്ചറിയേണ്ട കാലം അതിക്രമിച്ചിട്ടുണ്ട്. കേരളത്തിൽ ഇങ്ങനെ പാന്റ് മോളിക്കയറ്റി താടി താഴ്ത്തി പെൺകുട്ടികളെ സ്കൂളിൽ പറഞ്ഞയക്കാനും പെൺകുട്ടികൾക്ക് അടിപ്പാവാട് ഇടാനും അവകാശം വാങ്ങിക്കൊടുത്തു എന്നൊക്കെ പ്രസംഗിക്കുന്ന തരത്തിലുള്ള വില കുറഞ്ഞ ഏർപ്പാടുമായിട്ട് നടക്കുന്ന സലഫികളല്ല യഥാർത്ഥ സലഫികൾ. നമസ്കരിച്ചു കൊണ്ടിരിക്കുന്ന പള്ളികൾ തച്ച് തകർത്തിട്ടും അതിനകത്ത് നമസ്കരിച്ചുകൊണ്ടിരിക്കുന്ന മുസ്ലിം പുരുഷന്മാരെ കൊന്നുതള്ളിയും ഇസ്ലാമിക ലോകം എന്ന് പൊതുവിൽ അറിയപ്പെടുന്ന പ്രദേശങ്ങളിൽ ഇസ്ലാമിക തൗഹീദിന് നിലവിലുണ്ടായിരുന്ന ഇസ്ലാമിക തൗഹീദിന് പ്യോരിറ്റി പോരാ എന്ന് പറഞ്ഞിട്ട് അവിടെ വഹാബി തൗഹീദ് അക്രമത്തിലൂടെ നട്ടുനനച്ച് വളർത്തിയപ്പോ, മുസ്ലിങ്ങളുടെ രക്തത്തിലൂടെ നിങ്ങൾ വഹാബി തൗഹീദ് പ്രചരിപ്പിച്ചപ്പോ അത് ലോകത്തെമ്പാടുമുള്ള പ്രദേശങ്ങളിലേക്ക് ആശയപ്രചാരണത്തിന് വേണ്ടി നിങ്ങൾ കയറ്റുമതി ചെയ്തപ്പോ അതിന്റെ പ്രതിഫലനം, അതിന്റെ പ്രതികരണം ലോകത്തുണ്ട്. അപ്പൊ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? നിങ്ങൾ പ്രവർത്തിപ്പിക്കുന്ന യന്ത്രം, ഈ വഹാബിസം എന്ന യന്ത്രം, നിങ്ങളുടെ ഇസ്ലാം എന്ന് പറയുന്ന മതവിശ്വാസത്തെ കുറിച്ചല്ല പറയുന്നത്. ലോകം ഇസ്ലാമിന് കീഴ്പ്പെടണം, ലോകം ഇസ്ലാമിന് കീഴടങ്ങുന്നത് വരെ അതിനുവേണ്ടി പ്രയത്നിക്കണം, ജിഹാദ് ചെയ്യണം എന്ന നിങ്ങളുടെ ആശയം, അത് ആശയപരമായിട്ടാണ് ദഅവത്ത് നടത്തിയിട്ടാണെങ്കിലും മദ്രസയിൽ പഠിക്കാനും സ്കൂളിൽ പഠിക്കാൻ വരുന്ന സഹപാഠികളെ മതപരിവർത്തനത്തിന് വേണ്ടി ശ്രമിക്കണം എന്ന് പാഠഭാഗം ഉൾപ്പെടുത്തിയിട്ട് കുട്ടികൾക്ക് പരിശീലനം കൊടുക്കുന്നതായാലും ഏതായാലും മറ്റുള്ള മതങ്ങളെയും വിശ്വാസങ്ങളെയും നിങ്ങൾ ബഹുമാനിക്കുന്ന കാലം വരെ ഈ പ്രശ്നം ഉണ്ടാവും. നിങ്ങളെ മറ്റുള്ളവർ എങ്ങനെ കാണണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ അതുപോലെ മറ്റു മതവിശ്വാസങ്ങളെയും മതപ്രതിനിധികളെയും മതഗ്രന്ഥങ്ങളെയും കാണുകയും ആ രീതിയിൽ സംസാരിക്കുകയും ചെയ്യുന്ന കാലത്തോളം, അത് നിങ്ങൾ പഠിക്കുന്ന കാലത്തോളം ഈ പ്രശ്നം ഉണ്ടാവും. അത് കേവലം മുജാഹിദുകൾക്കോ വഹാബികൾക്കോ മാത്രം ഉണ്ടാവുന്ന പ്രശ്നമല്ല, ലോകത്തെല്ലാ മുസ്ലിങ്ങളും അത് അനുഭവിക്കേണ്ടി വരും. ഇത് വെറുതെ എന്തെങ്കിലും പറഞ്ഞു പോകുന്നല്ല. കേരളത്തിലുള്ള മുസ്ലിങ്ങൾ നെഞ്ചത്ത് കൈവച്ച് ആലോചിക്കണം. ഒരു 25 or 30 കൊല്ലം മുൻപ് കേരളത്തിൽ ഇതുപോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. ഈ പ്രശ്നങ്ങൾ തുടങ്ങിയതാരാ? ഇതര മതസ്ഥരുമായിട്ടുള്ള സ്പർദ്ധ, പരസ്പരം വിശ്വാസക്കുറവ്, റെസ്പെക്ട് കുറവ്, ഇത് തുടങ്ങി വെച്ചതാരാ? കേരളത്തിലെ എം അക്ബർ അല്ലേ? ഇന്ത്യയിൽ സാക്കിർ നായിക് അല്ലേ? അപ്പൊ ഇതിനൊക്കെ കൊടുക്കേണ്ടി വരുന്ന വിലയാണ് ഈ തരത്തിലുള്ള പ്രശ്നങ്ങൾ.
അതേ സമയത്ത് മുസ്ലിങ്ങളോട് ഇസ്ലാം എന്ന് പറയുന്ന ഒരു പ്രത്യയശാസ്ത്രത്തെ കൃത്യമായി തുറന്നു കാണിക്കുകയും അത് അവരെ ബോധ്യപ്പെടുത്തുകയും അതിനു വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തുകയും ചെയ്യുക എന്നതിനപ്പുറത്തേക്ക് മുസ്ലിം ഹെയ്ട്രഡ് അത് നമ്മുടെ രീതിയല്ല, അത് നമ്മുടെ ശൈലിയുമല്ല, അത് മാനുഷികവുമല്ല എന്നാണ് പറയാനുള്ളത്. അത്തരം സംഘങ്ങളുണ്ട്, അത്തരം പ്രസ്ഥാനങ്ങളുണ്ട്, അത്തരം പാർട്ടികളുണ്ട്, അതൊക്കെ ശരിയാണ്. പക്ഷെ അത് ഈ നിലവിളി കൊണ്ട് മാത്രം പരിഹരിക്കപ്പെടാവുന്ന കാര്യമല്ല എന്ന് അബ്ദുള്ള ബാസിനെ ഓർമ്മിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഇങ്ങനെ ഇസ്ലാമിനെതിരായ വിമർശനങ്ങൾ ഒരു ഭാഗത്ത്, വെറുപ്പുൽപാദനം ഒരു ഭാഗത്ത്, ഇങ്ങനെയെല്ലാം നടന്നുകൊണ്ടിരിക്കുമ്പോൾ, ലോകത്ത് നിരന്തരമായി ഇസ്ലാം ചർച്ചയായിക്കൊണ്ടിരിക്കുകയും വിമർശിക്കപ്പെടുകയും ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ യഥാർത്ഥത്തിൽ എന്താണ് സംഭവിക്കുന്നത്? ഈ നിലവിളിയൊക്കെ കഴിഞ്ഞിട്ട് ഒരൊറ്റ തള്ളാണ്. എന്താ തള്ള്? ഇങ്ങനെയൊക്കെ ലോകത്ത് ഇസ്ലാം വിമർശനവും മുസ്ലിം ഹെയ്ട്രഡും ഒക്കെ വ്യാപകമായിട്ട് ഇരിക്കുന്നുണ്ടെങ്കിൽ പോലും എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ലോകത്ത്? തള്ളു മേത്തട്ടണമെങ്കിൽ മാറിയിരുന്നോളി എന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. എന്താ സംഭവിക്കുന്നത്? അബ്ദുള്ള ബാസിൽ പറഞ്ഞു. ഇങ്ങനെ വിമർശിക്കപ്പെടുന്ന മതത്തിന് എന്താണ് സംഭവിക്കുന്നത്? കുറച്ച് കണക്കുകൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. പ്യൂ റിസർച്ചിന്റെ കണക്കുകളാണ്. ഇങ്ങനെ 24 മണിക്കൂറും ആഴ്ചയിൽ 7 ദിവസവും മാസത്തിൽ 30 ദിവസവും ഇസ്ലാമിനെ വിമർശിച്ചുകൊണ്ടേ ഇരിക്കുമ്പോഴും ലോകത്ത് ഏറ്റവും കൂടുതൽ വളരുന്ന മതം, ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് റിലീജിയൻ, അത് ഇസ്ലാമായി കൊണ്ട് തന്നെ തുടരുന്നു. ആളുകൾ ഇസ്ലാമിലേക്ക് കടന്നു വന്നുകൊണ്ടേയിരിക്കുന്നു. ഓരോ ദിവസവും ആളുകൾ ഇസ്ലാമിന്റെ സത്യസന്ദേശം അത് പുൽകിക്കൊണ്ടേയിരിക്കുന്നു എന്ന് കണക്കുകൾ കാണുകയാണ്. അതിലേക്ക് പോകുന്നതിന് മുമ്പ് ഞാൻ നേരത്തെ പറഞ്ഞ കാര്യത്തിൽ ഒരു ചെറിയ ഭാഗം കൂടി ഒന്ന് കേൾപ്പിക്കേണ്ടതുണ്ട്. അതെന്തായിരുന്നു എന്ന് വെച്ചാൽ, ഇപ്പൊ ഇവർ പറയുന്ന ഒരു വാദം അനുസരിച്ചിട്ട് ലോകത്തെമ്പാടും ഇങ്ങനെ ഇസ്ലാമിനെതിരെ ഹേറ്റഡ് ആണ്, എല്ലാവർക്കും പിന്നെ ഇസ്ലാമിനെതിരെ പത്രങ്ങൾ എഴുതുകയാണ്, അത് ഇത്ര ശതമാനം വരുന്ന വാർത്തകളൊക്കെ നെഗറ്റീവാണ് എന്ന് പറയുന്നതിന് അതിന്റെ ഒരു പൊള്ളത്തരം വ്യക്തമാക്കാൻ വേണ്ടി ഞാൻ കേരളത്തിൽ നിന്ന് മലയാളത്തിൽ നിങ്ങൾക്കൊരു ഉദാഹരണം കാണിച്ചു തരാം. അത് എല്ലാവർക്കും പെട്ടെന്ന് മനസ്സിലാവുന്ന ഉദാഹരണമാണ്. അത് ആ അർത്ഥത്തിൽ ആ ഒരു പർപ്പസിൽ മാത്രം പ്രസിദ്ധീകരിക്കുന്നതാണ് എന്ന് കൂടി ആമുഖമായിട്ട് പറയട്ടെ. എന്താണ് അതെന്ന് ചോദിച്ചാൽ, ഞാൻ ജസ്റ്റ് കേരളത്തില് ഇങ്ങനെ ഞാൻ സെർച്ച് ചെയ്തു, മദ്രസ ഉസ്താദ് എന്ന് മലയാളത്തിൽ ഞാൻ ഗൂഗിളിൽ സെർച്ച് ചെയ്തു. അപ്പൊ ആദ്യം തന്നെ വരുന്ന വാർത്ത ജനം ടിവിയുടെ വാർത്ത, പ്രകൃതി വിരുദ്ധ പീഡനം, മതപ്രഭാഷകൻ അറസ്റ്റിൽ, പോലീസിന്റെ കസ്റ്റഡിയിലായത് പള്ളിയിലെ വലിയ ഉസ്താദ് മുഹമ്മദ് ഷാക്കിർ. അപ്പൊ നമുക്കതൊരു സംഗീ ചാനലാണ് എന്ന് വിചാരിച്ച് മാറ്റിയിടാം. പക്ഷെ ഈ സെർച്ച് നിങ്ങൾ നോക്കൂ, ഞാൻ സെർച്ച് ചെയ്തിരിക്കുന്നത് ന്യൂസ് ടാബാണ്, ന്യൂസുകളുടെ ഒരു സെർച്ചാണ് ചെയ്തിട്ടുള്ളത്. അപ്പൊ ആ ടാഗ് മാത്രം കൊടുത്ത ഒരു മെൻഷൻ ചെയ്ത കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ അടുത്ത പേജിലേക്ക് നോക്കൂ. ദാറുൽ ഈമാൻ കേരള മദ്രസ റിഫ ക്യാമ്പസ് പ്രവേശനോത്സവം സംഘടിപ്പിച്ചു. ഒരു വാർത്ത ഉണ്ട്. അടുത്ത വാർത്ത എന്താ? മദ്രസയിൽ 8 വയസ്സുകാരന് പീഡനം, ഉസ്താദ് പിടി. അടുത്ത വാർത്ത എന്താ? ക്ലാസ്സിലെത്തിയാൽ കുട്ടി എപ്പോഴും ഉറക്കം, കാരണം തിരക്കിയ അധ്യാപകരോട് കുട്ടി വിവരിച്ച രാത്രിയിലെ ഉസ്താദിന്റെ പീഡനം. മദ്രസയിൽ നേരത്തെ എത്തുന്ന വിദ്യാർത്ഥികളുടെ ശരീരത്തിൽ അധ്യാപകന്റെ തൊട്ടുകളി. പാട്ട് പാടിച്ച് യൂട്യൂബിൽ ഇടാൻ എന്ന പേരിൽ വിദ്യാർത്ഥികളെ വീട്ടിലെത്തിച്ച് പീഡനം. കണ്ണൂരിൽ ഉസ്താദ് അറസ്റ്റിൽ. തലയോലപ്പറമ്പ് മസ്ജിദിൽ കുട്ടികളോട് പ്രകൃതി വിരുദ്ധപ്പെട്ട് നടത്തിയ ഉസ്താദിന്റെ പിന്നോട്ടെടുത്ത വാഹനം ശരീരത്തിൽ കയറിയിറങ്ങി മദ്രസ അധ്യാപകന് ദാരുണാന്തി. 8 വാർത്തകളിൽ 2 വാർത്തകൾ മാത്രമാണ് നെഗറ്റീവ് വാർത്ത എന്ന്, അല്ലെങ്കിൽ ഇവർ ഈ പറയുന്ന മുസ്ലിം വിരുദ്ധ വാർത്ത എന്ന് പറയാൻ പറ്റാത്തത്. 6 വാർത്തയും ഇങ്ങനെയാണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? 75% പിന്നെ കേരളത്തിലെ മാധ്യമങ്ങളും അതിൽ വരുന്ന വാർത്തകളും മുസ്ലിം വിരുദ്ധ വാർത്തകളാണെന്ന് പറയാൻ പറ്റുമോ? അപ്പൊ അതുകൊണ്ട് വാർത്ത എന്ന് പറയുന്നത് ഒരു സംഭവത്തെ പ്രതികരിച്ച് അല്ലെങ്കിൽ ഒരു സംഭവത്തെ അറിയിക്കാൻ വേണ്ടിയിട്ടൊക്കെയാണല്ലോ. അപ്പൊ ആ സംഭവങ്ങൾ നെഗറ്റീവ് അല്ലാതിരിക്കാനുള്ള ജാഗ്രത നിങ്ങൾക്ക് ഉണ്ടാവുക എന്നാണ് ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം. അത് ഞാൻ പറയാൻ വിട്ടുപോയത്, ഒന്നുകൂടി പറഞ്ഞു എന്ന് മാത്രം. ഇനി നമ്മൾ തിരിച്ച് ഇങ്ങനെയൊക്കെ ഇസ്ലാം മത വിമർശനം നടന്നുകൊണ്ടിരിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത് എന്നതിലേക്ക് പോകും. ഇങ്ങനെ വിമർശിക്കപ്പെടുന്ന മതത്തിന് എന്താണ് സംഭവിക്കുന്നത്? കുറച്ച് കണക്കുകൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. പ്യൂ റിസർച്ചിന്റെ കണക്കുകളാണ്. ഇങ്ങനെ 24 മണിക്കൂറും ആഴ്ചയിൽ 7 ദിവസവും മാസത്തിൽ 30 ദിവസവും ഇസ്ലാമിനെ വിമർശിച്ചുകൊണ്ടേ ഇരിക്കുമ്പോഴും ലോകത്ത് ഏറ്റവും കൂടുതൽ വളരുന്ന മതം, ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് റിലീജിയൻ, അത് ഇസ്ലാമായി കൊണ്ട് തന്നെ തുടരുന്നു. ആളുകൾ ഇസ്ലാമിലേക്ക് കടന്നു വന്നുകൊണ്ടേയിരിക്കുന്നു. ഓരോ ദിവസവും ആളുകൾ ഇസ്ലാമിന്റെ സത്യസന്ദേശം അത് പുൽകിക്കൊണ്ടേയിരിക്കുന്നു എന്ന് കണക്കുകൾ കാണുകയാണ്. ഏത് കണക്ക്? ഇവിടെ ഇദ്ദേഹം കാണിക്കുന്ന ഒരു തള്ളും തരികിടയും ശ്രദ്ധിക്കാം. പ്യൂ റിസർച്ച് സെന്ററിന്റെ ഒരു കണക്ക് എന്ന് പറഞ്ഞിട്ട് 2-3 സ്ക്രീൻഷോട്ട് സ്ക്രീനിൽ കാണിച്ചുകൊണ്ട് അദ്ദേഹം പറയുന്ന വാക്ക് നിങ്ങൾ ഒന്നുകൂടി കേൾക്കാം. ലോകത്ത് ഏറ്റവും വേഗത്തിൽ വളരുന്ന മതം ഇസ്ലാമാണ് എന്ന് പറഞ്ഞിട്ട് തൊട്ടടുത്ത വാചകം എന്താ പറയണത് എന്ന് ശ്രദ്ധിക്കൂ. അത് ആ റിപ്പോർട്ടിലുണ്ട് എന്നാണ് ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുന്നത്, അല്ലെങ്കിൽ അങ്ങനെയാണ് ഇസ്ലാം വളരുന്നത് എന്നാണ് അദ്ദേഹം പറയാൻ ശ്രമിക്കുന്നത്, ആളുകളെ കബളിപ്പിക്കാൻ ശ്രമിക്കുന്നത്. വിശ്വാസികൾ ഇതിൽ വഞ്ചിതരാവാതിരിക്കുക, ഫാക്ട് ചെക്ക് ചെയ്യുക എന്നാണ് നിങ്ങളോട് പറയാനുള്ളത്. ഇങ്ങനെയാണ് നമ്മൾ തരികിടകൾ കൈയോടെ പിടിക്കാന്ന് പറഞ്ഞത്. ലോകത്ത് ഏറ്റവും കൂടുതൽ വളരുന്ന മതം, ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് റിലീജിയൻ, അത് ഇസ്ലാമായി കൊണ്ട് തന്നെ തുടരുന്നു. ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് റിലീജിയൻ, അത് ഇസ്ലാമായി കൊണ്ട് തന്നെ തുടരുന്നു. തൊട്ടടുത്ത വാചകം എന്താണെന്ന് ആലോചിക്ക്. ആളുകൾ ഇസ്ലാമിലേക്ക് കടന്നു വന്നുകൊണ്ടേയിരിക്കുന്നു. ഓരോ ദിവസവും ആളുകൾ ഇസ്ലാമിന്റെ സത്യസന്ദേശം അത് പുൽകിക്കൊണ്ടേയിരിക്കുന്നു എന്ന് കണക്കുകൾ കാണുകയാണ്. അതായത് പ്യൂ റിസർച്ച് സെന്ററിന്റെ കണക്കനുസരിച്ചിട്ട് ലോകത്തെ ഏറ്റവും കൂടുതൽ വേഗത്തിൽ വളരുന്ന മതം ഇസ്ലാമാണെന്നും ഇസ്ലാമിലേക്ക് ആളുകൾ കുത്തൊഴുക്കാണ് എന്നും കണക്കുകളിലുണ്ട് എന്ന കളവാണ് ഇവിടെ അദ്ദേഹം പറയുന്നത്. അത് വളരെ കൃത്യമായി അടർത്തിയെടുത്ത് നിങ്ങളെ സ്ക്രീൻഷോട്ട് ശ്രദ്ധിച്ചിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഒരു 3 ചെറിയ സ്ക്രീൻഷോട്ടുകളാണ്. ആ സ്ക്രീൻഷോട്ട് എടുക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, ഒരു സ്ക്രീനിൽ നിന്ന് സ്ക്രീൻഷോട്ട് എടുക്കുമ്പോൾ ആ ഒരു ഭാഗം പ്രത്യേകമായി അടർത്തിയെടുത്തതിന്റെ ലക്ഷണം, അതിന്റെ തെളിവൊക്കെ നമ്മളിവിടെ കാണിക്കും.
പ്യൂ റിസർച്ച് സെന്ററിന്റെ റിപ്പോർട്ട് പ്രകാരം ലോകത്തെ ഏറ്റവും കൂടുതൽ വേഗത്തിൽ വളരുന്ന പോപ്പുലേഷൻ മുസ്ലിം പോപ്പുലേഷൻ ആണ് എന്നൊരു കണക്കുണ്ട്. അതൊരു വസ്തുതയാണ്. എന്നാൽ ആ കണക്കിൽ എവിടെയും ആളുകൾ ദിനം പ്രതി ഇസ്ലാമിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്, സത്യസന്ദേശത്തിൽ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ കൺവേർഷനിലൂടെയാണ് ഇസ്ലാമിന്റെ ഈ വളർച്ച ഉണ്ടാകുന്നത് എന്ന് ഉസ്താദുമാർ തള്ളി നടക്കുന്നത് പോലെ, തരികിട കാട്ടി നടക്കുന്നത് പോലത്തെ ഒരു പരാമർശവും പ്യൂ റിസർച്ച് സെന്ററിന്റെ ആ പഠനത്തിൽ ഇല്ല. ആ റിപ്പോർട്ടിലും ഇല്ല. അതിനനുബന്ധമായി വന്ന തുടർ റിപ്പോർട്ടുകളിൽ എവിടെയും അങ്ങനെ ഒരു പരാമർശമില്ല. ലോകത്തിലേക്ക് ആളുകൾ കൂട്ടമായി ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് എന്നോ, അല്ലെങ്കിൽ ലോകത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ കൺവേർട്ട് ചെയ്യപ്പെടുന്ന ഇസ്ലാം, അങ്ങനെ ആ കൺവേർഷനിലൂടെയാണ് ഇസ്ലാം വളരുന്നത് എന്നോ പ്യൂ റിസർച്ച് സെന്ററിന്റെ റിപ്പോർട്ടിൽ ഉണ്ടോ എന്നാണ് എനിക്ക് അബ്ദുള്ള അബ്ബാസിനോട് ചോദിക്കാനുള്ളത്. കളവുകൾ, വളച്ചൊടിച്ച ഭാഗങ്ങൾ, തരികിടകൾ, ആളുകളെ കബളിപ്പിക്കൽ, ഇതൊക്കെ അവസാനിപ്പിക്കണം. ഇതൊക്കെ നിങ്ങൾ നമുക്കെതിരെയാണ് ഉന്നയിക്കാറുള്ളത്. ആരാണ് ഇത് ചെയ്യുന്നത് എന്ന് വിശ്വാസികൾ കണ്ണു തുറന്ന് കാണണം. എന്താണ് പ്യൂ റിസർച്ച് സെന്ററിന്റെ റിപ്പോർട്ടിലുള്ളത്? ശരിയാണ്, ഇസ്ലാം ലോകത്ത് ഏറ്റവും കൂടുതൽ വേഗത്തിൽ വളരുന്ന ഒരു കമ്മ്യൂണിറ്റിയാണ് മുസ്ലിം കമ്മ്യൂണിറ്റി പോപ്പുലേഷൻ. 2050 ആദ്യം 2030 എന്നൊക്കെ പറഞ്ഞിരുന്നു, പിന്നീട് അത് 2050 ക്രിസ്ത്യാനിറ്റിയെ മറികടക്കാനുള്ള സാധ്യതയുണ്ട് ജനസംഖ്യയിൽ എന്നും പറഞ്ഞിട്ടുണ്ട്. അത് വാസ്തവമാണ്. അതിനോട് അറ്റാച്ച് ചെയ്തുകൊണ്ട് അബ്ദുള്ള അബ്ബാസിലും അദ്ദേഹത്തെ പോലെയുള്ള സകല ആളുകളും തള്ളിക്കൊണ്ടിരിക്കുന്ന ഈ തരികിട കാണിച്ചുകൊണ്ടിരിക്കുന്ന ഈ കളവ് നമ്മൾ കൈയോടെ പിടിക്കേണ്ടതല്ലേ? ഇതൊന്നും പിടിക്കൂല, ഇതിനൊന്നും ആരും മറുപടി പറയൂല, 7 എണ്ണത്തിന് മറുപടി കിട്ടിയില്ല, 8ാമത്തേനും മറുപടി കിട്ടൂല എന്ന ആത്മവിശ്വാസം കൊണ്ടാണോ ഇതുപോലെയുള്ള തരികിട കാണിക്കുന്നത്? അപ്പൊ നമുക്കതൊന്ന് നോക്കാം, ഒന്ന് പരിശോധിക്കാം. എങ്ങനെയാണ് ഇസ്ലാം വളരുന്നത്? ഇതിൽ കാണുന്ന ഈ ഒരു ചെറിയ ഭാഗമാണ് വാസ്തവത്തിൽ നമ്മുടെ അബ്ദുള്ള അബ്ബാസിൽ നിങ്ങളെ കാണിച്ചത്. മുസ്ലിം പ്രൊജക്റ്റഡ് ടു ബി ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് മേജർ റിലീജിയൻ ഗ്രൂപ്പ് എന്ന ആ ഒരു ഭാഗം. അതില് ആ ഇടതുവശത്ത് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് ഒരു ഭാഗം കാണിക്കാം. ഈ നിലവിലുള്ള ട്രെൻഡ് തുടരുകയാണെങ്കിൽ മുസ്ലിങ്ങളുടെ അംഗസംഖ്യ, നമ്പർ ഓഫ് മുസ്ലിം, ഏകദേശം ക്രിസ്ത്യാനിറ്റിയെ മറികടക്കാനുള്ള സാധ്യതയുണ്ട്. ഈ ഒരു ട്രെൻഡ് തുടരുകയാണെങ്കിൽ മുസ്ലിം ജനസംഖ്യ ക്രിസ്ത്യാനിറ്റിയുടെ ജനസംഖ്യയെ മറികടക്കാനുള്ള സാധ്യതയുണ്ട്. ശരിയാണ്. ഇതിലെവിടെയാണ് കൺവേർഷൻ കൊണ്ട് അല്ലെങ്കിൽ ഇസ്ലാമിലേക്ക് ആളുകൾ ഒഴുകുക എന്നുള്ളത്? അപ്പൊ ഇതിലില്ല. ഇതിലെ ഒരു പോർഷൻ മാത്രമാണ് സ്ക്രീൻഷോട്ടിൽ അദ്ദേഹം കാണിച്ചത്. അപ്പൊ ഇനിയാണെങ്കിൽ അടുത്ത ഭാഗത്തുണ്ടോ? അടുത്തത് അമേരിക്കയിലുള്ള ഹൗ മെനി മുസ്ലിംസ് ആർ ദർ ഇൻ ദ US എന്നാണ് അതിനകത്തുള്ളത്. അപ്പൊ അതിനകത്തും US ജനസംഖ്യയിൽ മുസ്ലിങ്ങളുടെ ജനസംഖ്യ വർദ്ധിക്കുന്നു എന്ന ഒരു ചെറിയ പരാമർശമുണ്ട്. അത് നോക്കൂ, 2.15 മില്യൺ മുസ്ലിങ്ങളാണ് അമേരിക്കയിലുള്ളത്. ആ അമേരിക്കയിലുള്ള മുസ്ലിങ്ങളിൽ ഏറ്റവും കൂടുതൽ ആളുകൾ അല്ലെങ്കിൽ 58% എമിഗ്രൻസ് ആണ് എന്ന് ആ കണക്കിലുണ്ട്. അപ്പൊ ഇതില് അമേരിക്കയിലുള്ള മനുഷ്യരെല്ലാവരും കൂട്ടമായി ഇസ്ലാമിലേക്ക് കൺവേർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അതുകൊണ്ട് ഇസ്ലാം വളരുന്നു എന്നുണ്ടോ? ഇല്ല, എവിടെയും ഇല്ല. പിന്നെ എങ്ങനെയാണ് ഇസ്ലാം വളരുന്നത് എന്ന് അദ്ദേഹം പരിശോധിക്കുന്ന അതേ പ്യൂ റിസർച്ച് സെന്ററിന്റെ റിപ്പോർട്ടിൽ കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട്. എങ്ങനെയാണ് ഇസ്ലാം വളരുന്നത്? മുസ്ലിം പോപ്പുലേഷൻ വർദ്ധിക്കുന്നു. എങ്ങനെ വർദ്ധിക്കുന്നു എന്ന് വളരെ വിശദമായി കാര്യകാരണ സഹിതം നിരവധി കാരണങ്ങൾ അതിന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പ്യൂ റിസർച്ച് സെന്ററിന്റെ അതേ റിപ്പോർട്ടിൽ, അബ്ദുള്ള അബ്ബാസിൽ സ്ക്രീൻഷോട്ടിൽ നിന്ന് പകുത്തെടുത്ത് കാണിച്ച അതേ റിപ്പോർട്ടിൽ ബാക്കി ഭാഗത്ത് നിങ്ങൾക്ക് കാണാം എങ്ങനെയാണ് മുസ്ലിം പോപ്പുലേഷൻ വളരുന്നത്. 2 മേജർ ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്? 2 എണ്ണം. ഒന്ന്, മുസ്ലിംസ് ഹാവ് മോർ ചിൽഡ്രൻ ആൻഡ് മുസ്ലിംസ് ആർ ഓൾസോ ദ യങ്ങസ്റ്റ് മീഡിയൻ ഏജ് ഓഫ് 24. ഫെർട്ടിലിറ്റി ഏജും ഫെർട്ടിലിറ്റി റേറ്റും ഇക്കാരണം കൊണ്ടാണ് ഇസ്ലാം വളരുന്നത്. അതേ റിപ്പോർട്ടിൽ അല്ലെങ്കിൽ അതിന്റെ വിശദമായ റിപ്പോർട്ടിൽ നിങ്ങൾക്ക് കാണാം. ഇതെല്ലാം പ്യൂ റിസർച്ചിന്റെ ആണ് കേട്ടോ. പ്യൂ റിസർച്ച് സെന്ററിന്റെ മാത്രമാണ് ഇപ്പോൾ ഈ കേസിൽ നമ്മൾ എടുക്കുന്നുള്ളൂ. മെയിൻ ഫാക്ടേഴ്സ് ഡ്രൈവിംഗ് പോപ്പുലേഷൻ ഗ്രോത്ത്, ഫെർട്ടിലിറ്റി വിശദമായി കൊടുത്തിട്ടുണ്ട്. എവിടെയാണ് കൺവേർഷൻ ഉള്ളത്? ഇതാ നോക്കൂ, ഫെർട്ടിലിറ്റി റേറ്റും ഫെർട്ടിലിറ്റി ഏജും മുസ്ലിം ഇതര കമ്മ്യൂണിറ്റികളിൽ നിന്ന്, ജനസമൂഹങ്ങളിൽ നിന്ന് മുസ്ലിം ജനസമൂഹത്തിൻ്റെത് എങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു എന്നത് 2 ഭാഗത്തായിട്ട് സ്ക്രീനിൽ നിങ്ങൾക്ക് വിശദമായിട്ട് കാണാം. അതുകൊണ്ട് നിങ്ങൾ നോക്കൂ. അപ്പം ഫെർട്ടിലിറ്റി ഏജിലുള്ള ആളുകളുടെ ജനസംഖ്യാനുപാതം മുസ്ലിങ്ങളിൽ കൂടുതലാണ്, ഫെർട്ടിലിറ്റി റേറ്റും കൂടുതലാണ് എന്ന കാരണം, അതാണ് മേജർ ഫാക്ടർ. പ്രധാനപ്പെട്ട കാരണം ജനസംഖ്യ വളരുന്നതിന് സന്താന ഉൽപാദനമാണ്. ഞാൻ അതിന് ഏറ്റവും മോശം വാക്കുകളൊന്നും പറയുന്നില്ല. ഇനി ഇതിന് നയിക്കുന്ന ഈ സന്താന വർധനവ്, ഇത്രയും പോപ്പുലേഷൻ ഫെർട്ടിലിറ്റി റേറ്റും ഒക്കെ കൂടാനുള്ള കാരണം, ഫെർട്ടിലിറ്റി റേറ്റ് കൂടാനുള്ള കാരണം, അതിന്റെ കാരണങ്ങൾ പ്രത്യേകമായിട്ട് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതിൽ വിശദമായിട്ട് ഒരുപാട് കാരണങ്ങൾ, അതിന്റെ സോഷ്യൽ, എക്കണോമിക്കൽ, അതേപോലെ തന്നെ വിദ്യാഭ്യാസപരമായ ഒരുപാട് കാരണങ്ങൾ, വിശ്വാസപരമായ കുറെ കാരണങ്ങളൊക്കെ അതിനകത്ത് പറയുന്നുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം നിങ്ങൾ നോക്കൂ, ഗർഭനിരോധന മാർഗങ്ങൾ പരിഗണിക്കുന്നില്ല. അത് ഇവരുടെ വിശ്വാസവുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണ്. അതുകൊണ്ട് 50% മുസ്ലിം സ്ത്രീകളും കുടുംബാസൂത്രണം എന്ന പരിപാടിയിൽ വിശ്വസിക്കുകയോ അവരതിൽ
ഭാഗവാക്കാകുകയോ ചെയ്യുന്നില്ല മുസ്ലിം മെജോറിറ്റി പ്രദേശങ്ങളിൽ. അതിനവർക്ക് മതപരമായ ഒരു കാരണമുണ്ട്. മതത്തിൽ സന്താന നിയന്ത്രണം എന്ന് പറയുന്നത് തെറ്റാണ്, ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ്. അപ്പൊ എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട ഇസ്ലാം ലോകത്തെ ഏറ്റവും വേഗത്തിൽ വളരുന്ന മതമാകുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണങ്ങൾ എന്തൊക്കെയാണ്? പ്രധാനപ്പെട്ട 3 കാരണങ്ങൾ എന്തൊക്കെയാണ്? അബ്ദുള്ള അബ്ബാസിൽ ഇമ്പോസിഷൻ എഴുതേണ്ടി വരും. 1 ഫെർട്ടിലിറ്റി റേറ്റ് ആണ്, 2 ഫെർട്ടിലിറ്റി ഏജിലുള്ള ആളുകളുടെ പോപ്പുലേഷൻ ആണ്, 3-മത്തത് ഈ ഫെർട്ടിലിറ്റി റേറ്റ് ഇങ്ങനെ നിൽക്കാനുള്ള കാരണം വിശ്വാസപരമാണ്. കൂടുതൽ സന്താനോൽപാദനം എന്നത് ഒരു വിശ്വാസിയുടെ ധർമ്മമായി വിശ്വാസികൾ പരിഗണിക്കുന്നു എന്നതുകൊണ്ടാണ്. അതുകൊണ്ട് തന്നെ ഗർഭനിരോധന മാർഗങ്ങളും കുടുംബാസൂത്രണ മാർഗങ്ങളും തെറ്റാണെന്നും അത് ശരിയല്ല, ചെയ്യാൻ പാടില്ല എന്നും വിശ്വസിക്കുന്നതിന്റെ അടിസ്ഥാനത്തിൽ മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങളിൽ ഈ സംഭവം നടക്കുന്നില്ല. ഇത്തരം കാരണങ്ങൾ കൊണ്ട് ജനസംഖ്യ പെരുകാൻ എവിടെ പോകണം അബ്ദുള്ള അബ്ബാസിലെ? അല്ല, ഞാൻ ചോദിക്കട്ടെ, ഇത് എവിടുന്നാണ് ഇപ്പൊ നമുക്ക് ഇനി ഇസ്ലാമിലേക്കുള്ള കൺവേർഷനെ കുറിച്ച് ഒട്ടും പരാമർശിക്കുന്നില്ലേ എന്നൊരു സംശയം ഒരു പക്ഷേ നിങ്ങൾക്ക് ഉണ്ടാവാം. കൺവേർഷനെ കുറിച്ച് ആ റിപ്പോർട്ടിൽ പരാമർശിക്കുന്നുണ്ട് സുഹൃത്തുക്കളെ. ആ റിപ്പോർട്ടിൽ കൺവേർഷനെ കുറിച്ച് പരാമർശിക്കുന്ന ഭാഗം നിങ്ങൾക്കിപ്പോ സ്ക്രീനിൽ കാണാം. എന്താണ് ഈ പറയപ്പെടുന്ന കൺവേർഷൻ എന്ന് പറയുന്നത്? ഇവരുടെ പോപ്പുലേഷൻ ഗ്രോത്തിനെ ഏതെങ്കിലും തരത്തിൽ ഒരു സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള ഒരു ഇമ്പാക്ട് ഉണ്ടാക്കുന്നേ ഇല്ല എന്നുള്ളതാണ് ആ റിപ്പോർട്ടിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നത്. എന്ന് മാത്രമല്ല, ഈ കൺവേർഷനുമായി ബന്ധപ്പെട്ട് ഇത്തരം ഒരു പഠനം നടത്തുന്ന സമയത്ത് അവർക്ക് വളരെ തുച്ഛമായിട്ടുള്ള വിവരങ്ങളാണ് കിട്ടുക. അതിന് പ്രധാനപ്പെട്ട കുറെ കാരണങ്ങൾ അവർ പറയുന്നുണ്ട്. ഒന്ന്, അവരുടെ മതം ചോദിക്കുന്നിടത്ത് നിങ്ങൾ മുൻപേത് മതമായിരുന്നു എന്ന് ചോദിക്കുന്നതിലോ പറയുന്നതിലോ ഉള്ള ബുദ്ധിമുട്ടുണ്ട്. മാത്രമല്ല, ഇസ്ലാമിക പ്രദേശങ്ങളിൽ ജീവിക്കുന്ന ആളുകളെ സംബന്ധിച്ച് അവരോട് ആ തരത്തിലുള്ള ചോദ്യം ചോദിക്കുകയോ അല്ലെങ്കിൽ ഇസ്ലാം ഉപേക്ഷിച്ച ആളുകൾക്ക് പല പ്രദേശങ്ങളിലും ഞങ്ങൾ ഇസ്ലാമിൽ നിന്ന് പുറത്തോട്ട് പോവാം, കൺവേർഷൻ എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ സ്വിച്ചിങ് റിലീജിയൻ എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു ഭാഗത്തേക്ക് മാത്രം നടക്കുന്നതല്ലല്ലോ, പല ഭാഗത്തേക്കും നടക്കാം. അപ്പൊ അതുകൊണ്ട് മതം ഉപേക്ഷിക്കുന്ന ആളുകളുടെ കണക്ക്, മതത്തിൽ നിന്ന് പുറത്തു പോകുന്ന ആളുകളുടെ കണക്ക് കിട്ടാൻ പ്രധാനപ്പെട്ട ഇസ്ലാമിക ഭാഗങ്ങളിൽ നിന്ന് വളരെ പ്രയാസമാണ് എന്നുള്ള പ്രശ്നമുണ്ട്. അപ്പൊ അതുകൊണ്ട് ക്രോസ് കൺട്രീസിൽ നിന്ന് കിട്ടുന്ന വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ഡാറ്റ വെച്ചിട്ടാണ് കൺവേർഷന്റെ കണക്ക് അവർ അതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. എന്ന് മാത്രമല്ല, ഈ കൺവേർഷന്റെ കണക്ക് ഏതെങ്കിലും തരത്തിൽ, അതിൽ ഞാൻ അവിടെ ഹൈലൈറ്റ് ചെയ്തിട്ടുള്ള ഭാഗം നിങ്ങൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക. ഈ റിപ്പോർട്ട് ഏതെങ്കിലും തരത്തിൽ അതുമായി ബന്ധപ്പെട്ട ഒരു എസ്റ്റിമേറ്റ്, ഈ പോപ്പുലേഷൻ ഗ്രോത്തുമായി ബന്ധപ്പെട്ട് കൺവേർഷൻ അതിന്റെ ഒരു കാരണമായിട്ടോ ഘടകമായിട്ടോ പരിഗണിച്ചിട്ടേ ഇല്ല എന്ന് വെണ്ടക്കാക്ഷരത്തിൽ ആ ഗ്രൂപ്പിൽ തന്നെ അല്ലെങ്കിൽ ആ റിപ്പോർട്ടിൽ തന്നെ എഴുതി വെച്ചത് കാണാത്തതുപോലെ അഭിനയിച്ചുകൊണ്ടാണ് അബ്ദുള്ള അബ്ബാസിൽ ഈ തള്ളും തരികിടയും നടത്തുന്നത്. ഇനി രസകരമായിട്ടുള്ള ഒരു കാര്യം, അതേ റിപ്പോർട്ടിന്റെ മറ്റൊരു ഭാഗത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും. കൺവേർഷൻ എന്ന് പറയുന്നത് വളരെ ലെസ് ഇമ്പാക്റ്റ് ആണ് ഉള്ളത്. കാരണം ഏകദേശം ഇസ്ലാമിലേക്ക് വരുന്ന അത്രയും ആളുകൾ തന്നെയാണ് ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്നുണ്ട്. ഇനി അതിൽ തന്നെ നിങ്ങൾ ഏരിയ തിരിച്ച്, റീജൻ തിരിച്ചിട്ടുള്ള ഇസ്ലാമിലേക്ക് കൺവേർട്ട് ചെയ്ത് വരുന്ന ആളുകളുടെയും പോകുന്ന ആളുകളുടെയും ഒരു ഗ്രാഫ് നിങ്ങളൊന്ന് പരിശോധിച്ച് നോക്കൂ. അതിൽ ഏറ്റവും പ്രധാനമായിട്ട് മതപരമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നതിൽ പ്രയാസങ്ങളുള്ള സ്ഥലങ്ങളിൽ മതത്തിൽ നിന്ന് പുറത്തു പോകുന്ന ആളുകളുടെ എണ്ണം കുറവായിട്ട് നമുക്ക് കാണാൻ പറ്റും. അതേസമയത്ത് ഇവർ പറയുന്ന യൂറോപ്പ്, അമേരിക്ക, നോർത്ത് അമേരിക്ക എന്നൊക്കെ പറയുന്ന പ്രദേശങ്ങളിൽ ഇസ്ലാമിലേക്ക് കൺവേർട്ട് ചെയ്തു വരുന്ന ആളുകളുടെ എണ്ണവും ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന ആളുകളുടെ എണ്ണവും നിങ്ങളൊന്ന് പരിശോധിച്ച് നോക്കൂ. എല്ലായിടത്തും യൂറോപ്പിലൊക്കെ അത് ഭയങ്കരമായിട്ട് കൂടുതലായിട്ടാണ് കാണാൻ കഴിയുന്നത്. അപ്പൊ ഇസ്ലാമിൽ നിന്ന് പുറത്തു വരുന്ന ആളുകൾ, കാരണം അവിടെയൊക്കെ ആവുമ്പം അവർക്ക് പുറത്തു പോകുമെങ്കിൽ പുറത്തു പോകുന്നു എന്ന് പറയാനുള്ള സ്വാതന്ത്ര്യം ഉള്ളതുകൊണ്ടാണ് ആ കണക്ക് കിട്ടുന്നത്. അല്ലാത്തടത്ത് ആ കണക്ക് കിട്ടുകയില്ല എന്നുള്ളതാണ് പ്രശ്നം. എന്ന് മാത്രമല്ല, ഈ ഒരു റിപ്പോർട്ടിൽ കൺവേർഷൻ എന്ന് പറയുന്നത് പോപ്പുലേഷൻ ഗ്രോത്തിലെ ഒരു ഘടകമായിട്ട് പരിഗണിച്ചിട്ടേ ഇല്ല എന്നും അത് ഏതെങ്കിലും തരത്തിൽ ഒരു ഇമ്പാക്ട് ഉണ്ടാക്കുന്ന ഘടകമല്ല എന്നും വെണ്ടക്കാക്ഷരത്തിൽ എഴുതി വെച്ച ഒരു റിപ്പോർട്ടിൽ നിന്ന് ഒരു പിക്ചർ അടർത്തിയെടുത്തുകൊണ്ട് പ്യൂ റിസർച്ച് സെന്ററിന്റെ പഠനപ്രകാരം ലോകത്തെ ഏറ്റവും കൂടുതൽ വേഗത്തിൽ വളരുന്ന മതം ഇസ്ലാമാണെന്നും ആ വളർച്ചയുടെ കാരണം ഇസ്ലാമിലേക്ക് ആളുകൾ ഇങ്ങനെ ഒഴുകി ഒഴുകി വരുന്നത് കൊണ്ടാണ് എന്ന് കണക്കുകൾ സൂചിപ്പിക്കുന്നു എന്ന ശുദ്ധമായ കളവ്, വളരെ വ്യക്തവും കൃത്യവുമായ തയ്യാറെടുപ്പോട് കൂടി ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാൻ മനഃപൂർവ്വം പറഞ്ഞിരിക്കുകയാണ് ഈ ഒരു പ്രസന്റേഷനിലൂടെ അബ്ദുള്ള അബ്ബാസിൽ ചെയ്തത്. അതുകൊണ്ട് അബ്ദുള്ള അബ്ബാസിൽ പറയേണ്ടത്, പ്യൂ റിസർച്ച് സെന്ററിന്റെ പഠനത്തിൽ എവിടെയെങ്കിലും ലോകത്ത് പോപ്പുലേഷൻ ഗ്രോത്ത്, മുസ്ലിങ്ങളുടെ ജനസംഖ്യാ വർധനവിന്റെ കാരണമായിട്ട് ഫെർട്ടിലിറ്റി റേറ്റും ഫെർട്ടിലിറ്റി ഏജും അതുപോലെ തന്നെ ഗർഭനിരോധന മാർഗങ്ങളുടെ അഭാവവും അല്ലാതെ മതപരമായ കൺവേർഷൻ ആണ്, മറ്റു മതസ്ഥരിൽ നിന്നോ ഇസ്ലാം ഒഴികെയുള്ള മതങ്ങളിൽ നിന്നോ ഇസ്ലാമിലേക്ക് ആളുകൾ കൂട്ടം കൂട്ടമായി കൺവേർട്ട് ചെയ്ത് ഒഴുകിക്കൊണ്ടുവരുന്നതാണ് ഇസ്ലാമിൽ, ലോകത്തെ ഇസ്ലാമിക പോപ്പുലേഷന്റെ, മുസ്ലിം പോപ്പുലേഷന്റെ വളർച്ചയ്ക്ക് കാരണം എന്ന് എവിടെയെങ്കിലും ആ റിപ്പോർട്ടിൽ ഉണ്ടോ? ഉണ്ടെങ്കിൽ അത് കാണിച്ചു തരണം. ഇല്ലെങ്കിൽ നിങ്ങൾ ശുദ്ധമായ കളവ് വിശ്വാസികളെ കബളിപ്പിക്കാൻ വേണ്ടി, മുന്നിലിരിക്കുന്ന ആളുകളെ കബളിപ്പിക്കാൻ വേണ്ടി പറഞ്ഞു എന്ന് ആളുകൾക്ക് മനസ്സിലാവും. ഇല്ലെങ്കിൽ നിങ്ങൾ അടുത്ത വീഡിയോയിൽ ആ തെളിവ് കാണിക്കും. പ്യൂ റിസർച്ച് സെന്റർ പറയുന്നതാ ഇത്രയാണ് കൺവേർഷൻ റേറ്റ്. അതുകൊണ്ട് ഈ കാരണം കൊണ്ട് 2050 ആകുമ്പോഴത്തേക്ക്
ഇസ്ലാം ലോകത്തിലെ ഏറ്റവും വലിയ മതമായി മാറും എന്ന് പ്യൂർ റിസർച്ച് സെന്റർ പറഞ്ഞിട്ടുണ്ടോ? എന്തിനാണ് ഇങ്ങനെ കളവ് പറയുന്നത്? എന്തിനാ കളവ് പറയുന്നത്? ഈ കഴിഞ്ഞ റമദാനിൽ മാത്രം എത്രയധികം ആളുകളാണ് ഇസ്ലാമിന്റെ സത്യപ്രകാശത്തിലേക്ക് കടന്നു വന്നിട്ടുള്ളത്. കേവലം ഏതെങ്കിലും ചില ആളുകൾ മാത്രമല്ല, ലോക പ്രശസ്തരായ MMA ചാമ്പ്യൻഷിപ്പ് നേടിയ ആളുകൾ മുതൽ, അതുപോലെ തന്നെ പോപ്പ് ഗായകന്മാർ മുതൽ, അതുപോലെ തന്നെ ശാസ്ത്രജ്ഞന്മാരും അതുപോലെ തന്നെ ആക്ടിവിസ്റ്റുകളും അടങ്ങുന്ന ഈ ലോകത്തുള്ള എല്ലാ തുറകളിലുമുള്ള ആളുകൾ അവർ ഇസ്ലാമിന്റെ സത്യപ്രകാശത്തിലേക്ക് കടന്നു വരികയും ഷഹാദത്ത് ചൊല്ലിക്കൊണ്ട് ഇസ്ലാം സ്വീകരിക്കുകയും ചെയ്യുന്ന ഒരു കാഴ്ച നമ്മൾ കാണുകയാണ്. ഏത് സന്ദർഭത്തിൽ? ലോകം മുഴുവനും ഇസ്ലാമിനെ വിമർശിക്കാൻ വേണ്ടി ഏറ്റവും കൂടുതൽ ഇസ്ലാമിനെ വിമർശിക്കപ്പെടുന്ന ഒരു സന്ദർഭത്തിലാണ് ഇത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇതാണ് അടുത്ത തണ്ട്. ലോകത്തിലേക്ക് ഈ റമദാനിൽ പോലും ആരെങ്കിലൊക്കെ കടന്നു വന്നിട്ടുണ്ടാവും, സ്വാഭാവികം. ഹിന്ദു മതത്തിലേക്കും ആളുകൾ ചേരുന്നുണ്ട്, ക്രിസ്ത്യാനിറ്റിയിലേക്ക് ആളുകൾ പോകുന്നുണ്ട്. നമ്മളെ പള്ളികളിൽ മൂല്യന്മാരായിരുന്നവര് പിന്നെ പാതിരിമാരായ കഥയില്ലേ? അതുകൊണ്ട് റിലീജിയസ് സ്വിച്ചിങ് എന്ന് പറയുന്ന സംഭവം ലോകത്ത് പല ഭാഗത്തും നടക്കുന്നുണ്ട്. അത് ചിലപ്പോൾ താരതമ്യേന ഇസ്ലാമിലേക്ക് കുറച്ച് അധികമായിരിക്കാം. ക്രിസ്ത്യാനിറ്റിയും ഇസ്ലാമും കമ്പയർ ചെയ്യുന്ന സമയത്ത് ഇസ്ലാമിലേക്ക് വരുന്നവരും ഇസ്ലാമിൽ നിന്ന് പോകുന്നവരും, അല്ലെങ്കിൽ ക്രിസ്ത്യാനിറ്റിയിലേക്ക് വരുന്നവരും ക്രിസ്ത്യാനിറ്റിയിൽ നിന്ന് പോകുന്നവരും ഒക്കെ ആയിട്ട് തമ്മിൽ കാര്യമായ വ്യത്യാസം ഇല്ല. പിന്നെ എന്തുകൊണ്ടാണ് ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയിൽ നിന്ന് പോപ്പുലേഷൻ ഗ്രോത്ത് അല്ലെങ്കിൽ ജനസംഖ്യയേക്കാൾ മുന്നിലേക്ക് മുസ്ലിം ജനസംഖ്യ പോകുന്നതെന്ന് ചോദിച്ചാൽ അത് നേരത്തെ പറഞ്ഞ കാരണങ്ങളാണ്. രണ്ടാമത്, ക്രിസ്തു മതത്തിൽ നിന്ന് ഒരുപാട് പേര് നിരീശ്വരവാദത്തിലേക്കോ അല്ലെങ്കിൽ മതം അവര് എന്താ പറയാ മതരഹിതരായ ജീവിതത്തിലേക്കൊക്കെ കടക്കുന്നു. മതം പിന്നെ പറയാൻ താല്പര്യമില്ലാത്തവരായിട്ട് മാറുന്നു എന്ന കാരണങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഇവർ പറയുന്നത് ഇസ്ലാമിലേക്ക് ആളുകൾ ഇങ്ങനെ കൂട്ടം കൂട്ടമായിട്ട് ഒഴുകി വരുന്നു. ലോക പ്രശസ്തരായിട്ടുള്ള ആളുകൾ ആരെങ്കിലും ഊപ്പൊന്നുമല്ല, ഏറ്റവും പ്രശസ്തരും പ്രഗത്ഭരുമായിട്ടുള്ള കുറെ പേര് ലോകത്തിന്റെ നാനാ ഭാഗത്തു നിന്നും ഇസ്ലാമിലേക്ക് ഒഴുകുന്നു എന്നാണ്. എന്നിട്ട് നമ്മൾ സാധാരണഗതിയിൽ പറയുമല്ലോ, ഇപ്പൊ ഇസ്ലാമൊക്കെ എന്തെങ്കിലുമൊക്കെ സ്ഥാനമാനങ്ങളും സമ്പത്തും മോഹിച്ചുകൊണ്ടാണ് ഇസ്ലാമിലേക്ക് വരുന്നത് എന്ന് വിമർശകർക്ക് ഒരു വാദമുണ്ട്. എന്നാൽ അങ്ങനെയൊന്നുമല്ല, അവർ ഇസ്ലാമിന്റെ സത്യം മനസ്സിലാക്കിയിട്ട് ഇസ്ലാമിലേക്ക് വരുന്നവരാണ് എന്നാണ്. 3 കളവുകളാണ് അല്ലെങ്കിൽ 3 തരികിടകളാണ് ഇതിൽ അദ്ദേഹം കാണിച്ചത്. ഒന്ന് വളരെ ഒരു ചെറിയ മൈനർ ആയിട്ടുള്ള തരികിടയാണ് ആ മാധ്യമങ്ങളിൽ വരുന്ന വാർത്ത. അത് ഒരു എന്താ പറയാ കോണ്ടെക്സ്റ്റ് മനസ്സിലാക്കാത്തത് കൊണ്ടല്ല, തെറ്റിദ്ധരിപ്പിച്ച് വികാരം ഇളക്കി വിട്ട് ഇരവാദം മുഴക്കാനുള്ള ഒരു ശ്രമം. രണ്ടാമത്തത് ഭീകരമായ ഒരു തള്ള്. അത് കഴിഞ്ഞിട്ട് ആ തള്ളിനെ സ്ഥാപിക്കാൻ വേണ്ടിയിട്ടുള്ള തരികിടയാണ് പ്യൂർ റിസർച്ച് സെന്ററിന്റെ പഠനം എന്ന രീതിയിൽ അവതരിപ്പിച്ചത്. മൂന്നാമത്തെ ഒരു തള്ളും കൂടിയും ഉണ്ട്, തരികിടയും കൂടി ഉണ്ട്. അതിലേക്ക് നമ്മൾ വരാം. അതിനു മുൻപ് ഇദ്ദേഹം ഒന്നുകൂടി ആ ഭാഗം ഒന്ന് പറയട്ടെ. അതായത് ഇസ്ലാമിലേക്ക് ആളുകൾ ഇങ്ങനെ കടന്നു വരുന്നുണ്ട്, അതൊക്കെ വളരെ പ്രശസ്തരും പ്രഗത്ഭരുമാണ്, അത് നാട്ടുകാർ മൊത്തം അറിയുന്നുണ്ട്, അത് ശരിയാണ്. അത് ഏതെങ്കിലും തരത്തിൽ ലോകത്തുള്ള എല്ലാ ആൾക്കാരും ഇസ്ലാമിലേക്ക് ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണെന്നുള്ള വാദമല്ലേ പറയുന്നത്. ഇസ്ലാമിലേക്ക് പലരും കടന്നു വരുന്നുണ്ട്, അത് പബ്ലിസിറ്റി കിട്ടുന്നുണ്ട്, അത് വാർത്താ മാധ്യമങ്ങളിൽ ഇടം പിടിക്കുന്നുണ്ട്, അത് നന്നായിട്ട് മാർക്കറ്റ് ചെയ്യപ്പെടുന്നുണ്ട്, അതൊക്കെ ശരിയാണ്. എന്താണ് അതിന്റെ ഗുട്ടൻസ്? അതുകൂടി നോക്കണല്ലോ. നമ്മളൊരു കാര്യം പറയുമ്പോൾ അതിന്റെ സാഹചര്യം കൂടി പരിശോധിക്കണല്ലോ. അബ്ദുള്ള അബ്ബാസ്, പ്രശസ്തിയും പണവുമെല്ലാം വേണ്ടുവോളം വേണ്ടത്തിലും അധികമുള്ള ആളുകൾ അവരാണ് ഇസ്ലാമിലേക്ക് കടന്നു വരുന്നത്. പലപ്പോഴും നമ്മൾ പറയാറുണ്ട് അല്ലെ, മതം മാറ്റുക എന്ന് പറഞ്ഞാൽ പണം കൊണ്ട് മതം മാറ്റാം, അല്ലെങ്കിൽ പല പ്രലോഭനങ്ങൾ കൊണ്ട് മതം മാറ്റാം. പക്ഷേ ഇവിടെ പണവും പ്രശസ്തിയും സ്ഥാനമാനങ്ങളുമെല്ലാം വേണ്ടുവോളമുള്ളവർ, അവർക്കിനി പണത്തിന്റെ ആവശ്യമില്ല, സ്ഥാനമാനങ്ങളുടെ ആവശ്യമില്ല. ഇസ്ലാം സ്വീകരിച്ചു എന്നതിന്റെ പേരിൽ ഒരു എക്സ്ട്രാ പ്രശസ്തി അവർക്ക് ഇനി കിട്ടാനില്ല. അത്രത്തോളം അറിയപ്പെടുന്ന ആളുകൾ ഇസ്ലാമിന്റെ ഈ സത്യപാതയിലേക്ക് കടന്നു വരുന്നുണ്ടെങ്കിൽ അവർ ജീവിതത്തിന്റെ അർത്ഥം തേടിയുള്ള യാത്രയിലാണ് അത് കണ്ടെത്തുന്നത് എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. അതായത് ഇസ്ലാമിൽ അല്ലാത്ത ആളുകൾ ഇസ്ലാമിലേക്ക് കടന്നു വരുന്ന അത്രയും ആളുകൾക്ക് മാത്രമാണ് ജീവിതത്തിന്റെ അർത്ഥം കണ്ടെത്താൻ കഴിഞ്ഞിട്ടുള്ളൂ. ബാക്കിയുള്ളവർക്കൊന്നും ജീവിതത്തിന്റെ അർത്ഥം കിട്ടാതെ ഉഴലുകയാണ് സുഹൃത്തുക്കളെ, ഉഴലുകയാണ്. എന്താണ് പ്രശ്നം? ഇതിനെ നമുക്കൊന്ന് താരതമ്യം ചെയ്യണമല്ലോ. ലോകത്ത് പ്രശസ്തരായിട്ടുള്ള പല ആളുകൾ ഇസ്ലാമിലേക്ക് പോയിട്ടുണ്ട്. ആളുകൾ പല കാരണങ്ങൾ കൊണ്ട് പല പാർട്ടികളിലേക്ക് പോകാറുണ്ട്, പല മതങ്ങളിലേക്ക് പോകാറുണ്ട്. നമ്മുടെ നാട്ടിൽ തന്നെ ആവശ്യത്തിലധികം ഉദാഹരണമുണ്ട്. കിടന്നുറങ്ങുമ്പോൾ മാർക്സിസ്റ്റ് ആയവൻ എഴുന്നേൽക്കുമ്പോൾ BJP-കാരനാവുന്ന കഥകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. BJP-കാരൻ കോൺഗ്രസിലേക്കും കോൺഗ്രസ്സുകാരൻ സമാജ്വാദി പാർട്ടിയിലേക്കും താളാതാളത്തിൽ ചാടും നമ്മൾ കണ്ടിട്ടുണ്ട്. ഈ അടുത്ത കാലത്ത് പിന്നെ നമ്മുടെ ഒരു രാഷ്ട്രീയ നേതാവിന്റെ മകന് ഒരു സദാചാരം എന്ന് കേരളം വിചാരിക്കുന്ന അല്ലെങ്കിൽ ഇസ്ലാം വിചാരിക്കുന്ന ഒരു പ്രശ്നത്തിൽ അകപ്പെട്ടപ്പോ ഒരു ഇസ്ലാമിക ദഴവ കാരണവർ അദ്ദേഹത്തെ ഇസ്ലാമിലേക്ക് വിളിച്ചു. നിങ്ങൾ ഇങ്ങോട്ട് പോരി, നിങ്ങളെ പ്രശ്നത്തിന് നമുക്ക് ഇവിടെ പരിഹാരമുണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഓർമ്മയുണ്ടെങ്കിൽ നിങ്ങളത് മെൻഷൻ ചെയ്യുക. ആളുകളുടെ പേരൊന്നും എഴുതണ്ട, അബ്ദുള്ളയാണ് അത് വിളിച്ചതെന്നാണ് എൻ്റെ ഓർമ്മ. അപ്പം പാർട്ടി മാറാനും മതം മാറാനും ദൈവത്തിൽ വിശ്വസിക്കുന്നവർക്ക് പല കാരണങ്ങളുണ്ടാവും, ദൈവത്തിൽ വിശ്വസിക്കാത്തവർക്കും പല കാരണങ്ങളുണ്ടാവും. നേരം വെളുക്കുമ്പോൾ സുന്നി മുജാഹിദ് ആവുന്നതും മുജാഹിദ് സുന്നി ആവുന്നതും പല കാരണങ്ങൾ കൊണ്ടാണ്. അപ്പൊ പണത്തിന് വേണ്ടി മാറുന്നവരുണ്ടാവും, പ്രശസ്തിക്ക് വേണ്ടി മാറുന്നവരുണ്ടാവും, കൂടുതൽ സ്വീകാര്യത കിട്ടാൻ വേണ്ടി മാറുന്നവരുണ്ടാവും, റീച്ച് കൂട്ടാൻ വേണ്ടി മാറുന്നവരുണ്ടാവും, അല്ലെങ്കിൽ നിലവിലുള്ള സാമ്രാജ്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി മാറുന്നവരുണ്ടാകും, കച്ചവടം കൊഴുപ്പിക്കാൻ വേണ്ടി മാറുന്നവരുണ്ടാകും, പിന്നെ കൂടുതൽ വ്യൂവർഷിപ്പ് കിട്ടാൻ വേണ്ടി മാറുന്നവർ, പല കാരണങ്ങൾ കൊണ്ട് ഇസ്ലാമിലേക്ക് മാറുന്നവരുണ്ടാവും. ആ കൂട്ടത്തിൽ പഠിച്ച് തലമറിഞ്ഞ് ഇസ്ലാമാണ് ശരി എന്ന് തെറ്റിദ്ധരിച്ചു പോകുന്ന പാവങ്ങളും ഉണ്ടാവും. എല്ലാത്തരം ആൾക്കാരും ഉണ്ടാവുന്നത്. പക്ഷെ ഇസ്ലാമിലേക്ക് വരുന്നവർ മാത്രം ഇതെല്ലാം പഠിച്ച് തഹസീലായിട്ട് വരുന്നവരും അല്ലാത്തവർക്കൊന്നും ജീവിതത്തിന്റെ അർത്ഥം കണ്ടെത്താൻ കഴിയാത്ത മണ്ടന്മാരും എന്ന ഈ തള്ളുണ്ടല്ലോ,
ആ തള്ളാണ് പ്രശ്നം. ഇനി വേറൊരു പ്രശ്നമുണ്ട്. ഇപ്പൊ ഇസ്ലാമിലേക്ക് വരുന്നവരുടെ കഥ പറഞ്ഞു. ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകാൻ ആഗ്രഹിക്കുന്ന ആളുകളെ സംബന്ധിച്ച് ഇസ്ലാമിനോടം സംഘടിതമായ സംവിധാനങ്ങളുള്ള മറ്റൊരു പ്രസ്ഥാനത്തിലേക്കോ മറ്റൊരു മതത്തിലേക്കോ കൺവേർട്ട് ചെയ്യുകയല്ലാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം, ഇസ്ലാമിൽ മതവിശ്വാസം നഷ്ടപ്പെട്ട ഒരാളെ സംബന്ധിച്ചിടത്തോളം, പണവും പ്രശസ്തിയും പ്രതാപവും സമ്പത്തും കച്ചവടവും ഒക്കെയുള്ള ആളെ സംബന്ധിച്ചോളം അയാളുടെ വിശ്വാസം നഷ്ടപ്പെട്ടാൽ അത് പുറത്തു പറയാൻ കഴിയൂല കൂട്ടരെ. അതുകൊണ്ടാണ് പോസ്റ്റർ അടിക്കാത്തത്. അത് അബ്ദുള്ള ബാസിലിന് മനസ്സിലായില്ലേ? അങ്ങനെ ഒരാൾ പണവും പ്രശസ്തിയും ഒക്കെ ഉള്ള ഒരാൾ ഇസ്ലാമിലേക്ക് കടന്നു വന്നു. അയാൾക്കൊന്നും സംഭവിക്കില്ല. ഇസ്ലാമിന്റെ ആളുകൾ എല്ലാവരും തക്ബീർ വിളിച്ച് അയാളെ ഏറ്റിക്കൊണ്ട് നടക്കും. അയാളെ പാട്ടുപാടി ലോകം മുഴുവൻ ചെണ്ട കൊട്ടി നടക്കും, വീഡിയോ ചെയ്ത് തക്ബീർ വിളിച്ച് നടക്കും. അതേ സമയത്ത് ഇസ്ലാമിലുള്ള ഇതേപോലെ പണവും പ്രശസ്തിയും വിദ്യാഭ്യാസവും പ്രതാപവും സ്ഥാനമാനങ്ങളും സമ്പത്തും സൗകര്യങ്ങളൊക്കെ ഉള്ള ഒരാൾ അയാൾ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോവാണ് എന്ന് പറഞ്ഞാൽ എന്താ സംഭവിക്കാം? എന്ത് സംഭവിക്കും? കേരളത്തിന്റെ പശ്ചാത്തലത്തിൽ എന്ത് സംഭവിക്കും? ഇന്ത്യ രാജ്യത്ത് കേരളം പോലെ ഒരു സംസ്ഥാനത്ത് എന്ത് സംഭവിക്കും? കുടുംബം കോഞ്ഞാട്ടാവും, കച്ചവടം പൂട്ടും, സമ്പത്ത് നഷ്ടപ്പെടും, അധികാര സ്ഥാനങ്ങൾ തെറിക്കും. ഇന്ന് കണ്ടൊരു വാർത്തയാണ്, CPM-ന്റെ ഏതോ ഒരു പ്രതിനിധി, ഒരു പാർട്ടി പ്രവർത്തകനോ നേതാവോ ലോക്കൽ കമ്മിറ്റി അംഗമൊക്കെ ബക്രീദിനെ ബലിയെ വിമർശിച്ചുകൊണ്ട് വാട്സപ്പ് ഗ്രൂപ്പിൽ എന്തോ കമന്റ് എഴുതിയതിന്റെ പേരിൽ അദ്ദേഹത്തെ സ്ഥാനത്ത് നിന്ന് നീക്കിയ ഒരു വാർത്ത നമ്മൾ കണ്ടു. ആരെ പുറത്താക്കുന്നത്? കമ്മ്യൂണിസ്റ്റ് പാർട്ടി, CPIM. അപ്പൊ അതിന്റെ ഒരു പ്രശ്നമുണ്ട്. അതുകൊണ്ട് അകത്തോട്ട് വരുന്നത് നിങ്ങൾക്ക് പോസ്റ്റർ അടിക്കാൻ പറ്റും. ഇസ്ലാം വിട്ടുപോകുന്നവർക്ക് പോസ്റ്റർ അടിക്കാനോ പെറ്റ തള്ളയോട് പറയാനോ പോലുള്ള ധൈര്യം ഉണ്ടാവില്ല. കാരണം എന്താ വെച്ചാൽ ജീവിതം കോഞ്ഞാട്ടയാക്കും ഉമ്മത്ത് എന്നുള്ളത് കൊണ്ടാണ്. നിങ്ങളിപ്പം നാട്ടിൽ കാണുന്ന ഓത്തു നിസ്കാരം ഒക്കെ ആയിട്ട് നടക്കുന്ന എത്രയോ വിശ്വാസികളായിട്ടുള്ള പ്രമാണിമാര്, പണവും പ്രശസ്തിയും സ്ഥാനവും മാനവും ഒക്കെ ഉള്ള, രാഷ്ട്രീയത്തിലും കച്ചവടത്തിലും കലയിലും സാഹിത്യത്തിലുള്ള എത്രയോ ആളുകൾക്ക് നിങ്ങൾ ഈ പറയുന്ന വിശ്വാസമൊന്നും ഇല്ലാത്തവരുണ്ട്. നമ്മളോടൊക്കെ നേരിട്ട് ബന്ധപ്പെട്ടവരും സംസാരിച്ചവരുമായിട്ടുള്ള എത്രയോ ആളുകളുണ്ട്. അവർക്കൊന്നും പറയാൻ പറ്റില്ല. അവർ പറഞ്ഞാൽ അവർ നിൽക്കുന്ന എവിടെയാണോ അവരുടെ പ്രവർത്തന മണ്ഡലം അവർക്ക് അവിടെ തുടരാൻ കഴിയാത്ത അവസ്ഥ വരും. ബഹിഷ്കരണം ഉണ്ടാവും, വിലക്കുണ്ടാകും, ജീവിക്കാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടാവും. ഇന്ത്യയിലും കേരളത്തിലായതുകൊണ്ട്. അതുകൊണ്ട് ആരെങ്കിലും അങ്ങനെ ഇസ്ലാം വിശ്വാസം നഷ്ടപ്പെട്ടാൽ, അത്യാവശ്യം കച്ചവടവും പണവും പ്രതാപവും രാഷ്ട്രീയ പാർട്ടിയുടെ നേതൃസ്ഥാനോ പള്ളി കമ്മിറ്റിന്റെ ഇതൊക്കെ ഉണ്ടെങ്കിൽ മിണ്ടാതിരിക്കാനേ പറ്റുള്ളൂ. പോസ്റ്റ് അടിക്കാൻ പറ്റില്ല. പോസ്റ്റ് അടിച്ച പിന്നെ ജീവിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് കേട്ടോ. അല്ലാതെ ഏതെങ്കിലും ഒരു പോസ്റ്റർ, ഇവിടുത്തെ ഒരു ഗുസ്തിക്കാരൻ, ഏതെങ്കിലും ഒരു പോൺ സ്റ്റാർ ഇസ്ലാമിലേക്ക് വരുമ്പത്തിന് പോസ്റ്റ് അടിക്കാൻ പറ്റുന്ന പോലെ ഇവിടെ അങ്ങനെ ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് അതിന്റെ പരിമിതി അബ്ദുള്ള ബാസിൽ നല്ലോണം മനസ്സിലാവുന്നതാണ് ഞാൻ വിചാരിക്കുന്നത്. ഇനി മനസ്സിലാവൂല എന്നുണ്ടെങ്കിൽ, വാശിയാണെങ്കിൽ അതിനു വേണ്ടി ഞാൻ ഇപ്പൊ വലിയ പണവും പ്രശസ്തിയും വലിയ സംഭവം ഒന്നല്ലാത്ത ആൾക്കാർ, സാധാരണക്കാരായിട്ടുള്ള മനുഷ്യന്മാര് ഈ കമന്റ് ബോക്സിൽ നിങ്ങളൊന്ന് എഴുതിക്കേ, വിശ്വാസം നഷ്ടപ്പെട്ടു പക്ഷെ പുറത്തു പറയാൻ നിർവാഹമില്ല. പല കാരണങ്ങൾ കൊണ്ട് പറയാൻ പറ്റില്ല. ജോലി ആയിരിക്കാം, കുടുംബമായിരിക്കാം, പ്രശ്നങ്ങൾ, നാട്ടിൽ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയായിരിക്കാം, വിദേശ രാജ്യങ്ങളിൽ ജീവിക്കുമ്പോഴുള്ള പ്രയാസങ്ങളായിരിക്കാം, സാമ്പത്തികമായിട്ട് തകരുമെന്ന ഭയമായിരിക്കാം, കച്ചവടം പൂട്ടിക്കുമെന്ന പേടിയായിരിക്കാം. അത്തരം ഭയം കൊണ്ട് നിലവിൽ വിശ്വാസമില്ലാതെ മുസ്ലിംകളുടെ ഇടയിൽ വിശ്വാസിയെ പോലെ ജീവിക്കേണ്ടി വരുന്ന എത്രയോ മനുഷ്യർ നമ്മുടെ ലൈവ് ഇപ്പൊ കാണുന്ന ഈ 460 പേരിലുണ്ടാവും. അവരുടെ ഐഡന്റിറ്റി പുറത്താവൂല എന്ന് പേടിയില്ലാത്തവർ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും പേരിലൊക്കെയാണ് എഴുതുന്നവർ, അവർ ദയവ് ചെയ്തിട്ട് ഞാനും എന്നൊന്ന് കമന്റ് ചെയ്ത് ഇത് കാണുന്നവർക്ക് മനസ്സിലാവട്ടെ. ഇനി അത് ഇസ്ലാമിന്റെ കുറ്റമല്ല, അത് ഇസ്ലാമിന്റെ കുഴപ്പമല്ല എന്നൊന്നും പറഞ്ഞ് രക്ഷപ്പെടാൻ പറ്റൂല. അതിന് നമ്മളെടുത്ത് തെളിവുണ്ട്. നമ്മൾ നിങ്ങൾ പോലെ വെറുതെ എന്തെങ്കിലും പറഞ്ഞു വന്നതല്ല, കൃത്യമായിട്ട് തെളിവോടുകൂടി വന്നതാണ്. ഇതാണ് ബ്ലാസ്ഫമിയുടെയും അപ്പോസ്റ്റസിയുടെയും കഥ. ബ്ലാസ്ഫമി ക്രിമിനൽ കുറ്റമായിട്ട് പരിഗണിക്കുന്ന, അതിന് ശിക്ഷയുള്ള രാജ്യങ്ങളുടെ എണ്ണം 20 രാജ്യങ്ങളിൽ 18 രാജ്യങ്ങളും മിഡിൽ ഈസ്റ്റിലും നോർത്ത് ആഫ്രിക്കൻ റീജിയണിലും ഉണ്ട്. അതിൽ തന്നെ 13 രാജ്യങ്ങൾ അപ്പോസ്റ്റസി ക്രിമിനൽ കുറ്റമായിട്ട് അല്ലെങ്കിൽ നിയമവിരുദ്ധ പ്രവർത്തനമായിട്ട് പരിഗണിക്കുന്ന രാജ്യങ്ങളാണ്. 2019 ഏറ്റവും അവസാനം 2019 ബ്രൂണൈ എന്ന് പറയുന്ന ഒരു രാജ്യം ഇസ്ലാം മതം ഉപേക്ഷിക്കുന്നത് വധശിക്ഷ ലഭിക്കാവുന്ന കുറ്റമായിട്ട് പ്രഖ്യാപിക്കുന്നത്. അപ്പോസ്റ്റസി ലോ ഇൻ ഇസ്ലാം എന്ന് നിങ്ങൾ ഗൂഗിൾ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന രാജ്യങ്ങളുടെ കണക്കാണിത്. അതിനകത്ത് മതം ഉപേക്ഷിക്കുകയോ മതനിരാസം പ്രഖ്യാപിക്കുകയോ മതവിമർശനം നടത്തുകയോ മതഭരണകൂടത്തിനെതിരെ വിമർശനം ഉന്നയിക്കുകയോ ചെയ്യുന്ന കുറ്റങ്ങൾക്ക് വധശിക്ഷ ലഭിക്കുന്ന രാജ്യങ്ങളുണ്ട്, ജയിലിലടക്കപ്പെടുന്ന രാജ്യങ്ങളുണ്ട്, മറ്റേതെങ്കിലും മതങ്ങളിലേക്ക് കൺവേർട്ട് ചെയ്യുന്നത് കുറ്റകരമായിട്ട് പ്രഖ്യാപിക്കുന്ന രാജ്യങ്ങളുണ്ട്, ക്രിമിനൽ കുറ്റമായിട്ട് പരിഗണിക്കുന്ന രാജ്യങ്ങളുണ്ട്, കുടുംബത്തിന്റെയും കുട്ടികളുടെയും കസ്റ്റഡി നഷ്ടപ്പെടുകയും കുടുംബം തകർക്കുകയും ഭാര്യയുമായിട്ടുള്ള ബന്ധം വേർപ്പെടുത്തുകയും ചെയ്യുന്ന രാജ്യങ്ങൾ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് അബ്ദുള്ള അബ്ബാസിലെ ഏതെങ്കിലുമൊക്കെ ആൾക്കാർ ഇസ്ലാമിലേക്ക് ഏതോ കൊല്ലം കടന്നു വന്നത് നിങ്ങൾക്ക് 20 കൊല്ലം 30 കൊല്ലം ഒക്കെ പോസ്റ്റ് അടിച്ച് നടക്കാൻ പറ്റും. അതേ സമയത്ത് സമൂഹത്തിൽ സമാധാനത്തോടെ ജീവിക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ച് അത്യാവശ്യം എന്നെ പോലെയുള്ള ഇതുപോലെയുള്ള ആളുകളല്ലാതെ അധികം പേരൊന്നും അത് പരസ്യമായി രംഗത്ത് പറയില്ല, പരസ്യമായിട്ട് പ്രഖ്യാപിക്കൂല. എനിക്കൊന്നും പിന്നെ നഷ്ടപ്പെടാനൊന്നും ഇല്ലാത്തതുകൊണ്ടാണ്. എന്നെ കച്ചവടം നഷ്ടപ്പെടാനുള്ളതൊക്കെ ആ സമയത്ത് തന്നെ നഷ്ടപ്പെട്ടു പോയി. അതുകൊണ്ട് ഇനിയൊന്നും അധികം നഷ്ടപ്പെടാനില്ല ജീവനല്ലാതെ. അതിൽ പറ്റാവുന്നതൊക്കെ ചെയ്തിട്ടുണ്ട്. അതിന്റെ ഇരയാണ് ഞാനും.
അതുകൊണ്ട് അതൊന്നും പറഞ്ഞ് നടക്കുന്ന പരിപാടിയില്ല. അത് ഇസ്ലാമാണ്, നമ്മൾ മനസ്സിലാക്കുക, അത്രയുള്ളൂ. ഇസ്ലാം ഇങ്ങനെയൊക്കെയാണ്, എന്നിട്ട് അത് നമ്മൾ നാട്ടുകാർക്ക് പറഞ്ഞു കൊടുക്കുക. ഇത് മാത്രമാണ് നമ്മൾ ചെയ്യുന്ന പരിപാടി. അപ്പൊ എന്താ ചെയ്യുന്നത്? ഇത് മുഴുവൻ തട്ടിപ്പും തരികിടയുമായിട്ട് ആളുകളെ പറ്റിക്കുന്ന ഏർപ്പാടാണ് അബ്ദുള്ള ബാസിൽ ഇത്രയും നേരം ഇവിടെ ചെയ്തത്. ഇനി അബ്ദുള്ള ബാസിൽ നേരത്തെ പറഞ്ഞതുപോലെ കൺവേർട്ട് ചെയ്യപ്പെടുന്നവരുണ്ട് കേട്ടോ, തീരെ ഇല്ല എന്നല്ലല്ലോ. ഇനി അടുത്ത അബ്ദുള്ള ബാസിന്റെ തട്ടിപ്പ് എന്താന്ന് വെച്ചാൽ, ഇങ്ങനെ ഇസ്ലാമിലേക്ക് കടന്നു വരുന്നവരൊക്കെ ഇസ്ലാമിന്റെ അന്തസത്ത അത് മനസ്സിലാക്കിക്കൊണ്ട് അതിന്റെ ശരി എന്താണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ജീവിതത്തിന്റെ അർത്ഥം മനസ്സിലാക്കി കൺവേർട്ട് ചെയ്യുന്നവരാണ് എന്നാണ്. അതായത് കൺവേർട്ട് ചെയ്യുന്നതിലൂടെയാണ് ഇസ്ലാം വളരുന്നത് എന്ന നുണ പൊളിഞ്ഞു. ഇനി ആകെ കൺവേർട്ട് ചെയ്യുന്ന ആളുകൾ എന്തുകൊണ്ട് കൺവേർട്ട് ചെയ്യുന്നു എന്നതിനെ കുറിച്ചും അദ്ദേഹം ഒരു തരികിടയും തള്ളും നടത്തുന്നുണ്ട്. അതുകൂടി നമുക്കൊന്ന് കേട്ടിട്ട് ഇന്നത്തേക്ക് അവസാനിപ്പിക്കാം. നമ്മൾ നടത്തിയിട്ടുള്ള ഒരു പഠനം, പ്യൂർ റിസർച്ച് നടത്തിയിട്ടുള്ള ഒരു പഠനം, അതിൽ ആളുകൾ എന്തുകൊണ്ട് ഇസ്ലാമിലേക്ക് കടന്നു വരുന്നു എന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണമായി നമുക്ക് കാണാൻ സാധിക്കുന്നത്, അവർ ഫൈൻഡ് മോർ മീനിങ് ഇൻ ഇസ്ലാം, ജീവിതത്തിന്റെ അർത്ഥം അവർ ഇസ്ലാമിൽ കണ്ടെത്തുന്നു എന്നാണ്. 24% ആളുകൾ എന്ന് വെച്ചാൽ 4 ആളുകൾ കടന്നു വരുന്നുണ്ടെങ്കിൽ അതിൽ ഒരു വ്യക്തി അവർ ഇസ്ലാമിൽ അർത്ഥം കണ്ടെത്തിക്കൊണ്ടുവരുന്നവരാണ്. അതുപോലെ തന്നെ 21% റിലീജിയസ് ടെക്സ്റ്റ് ആൻഡ് സ്റ്റഡീഡ് ഇസ്ലാം, ഇസ്ലാമിന്റെ ടെക്സ്റ്റുകൾ ഖുർആനും ഹദീസുകളും വായിച്ചുകൊണ്ട് കടന്നു വരുന്നവരാണ്. ഇങ്ങനെ ഇസ്ലാമിനെ കുറിച്ച് പഠിച്ചുകൊണ്ട് ഇസ്ലാം ജീവിതത്തിന്റെ അർത്ഥം പഠിപ്പിക്കുന്നു എന്നുള്ള ആ യാഥാർത്ഥ്യം മനസ്സിലാക്കിക്കൊണ്ട് ജീവിതത്തിന്റെ അർത്ഥം മനസ്സിലാക്കിക്കൊണ്ട് ഇസ്ലാമിലേക്ക് കടന്നു വരുന്നവരാണ്. അപ്പൊ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് 2-3 കാര്യങ്ങളാണ്. ഏറ്റവും പ്രധാനമായിട്ട് ഈ പ്രസന്റേഷൻ തുടക്കം മുതൽ അബ്ദുള്ള ബാസിൽ പറഞ്ഞ മുഴുവൻ വാദങ്ങളും ഒന്നുകിൽ വക്രീകരിച്ചതോ അല്ലെങ്കിൽ ശുദ്ധമായ കളവും തരികിടയും നടത്തിയതോ ആണ്. പ്യൂർ റിസർച്ച് സെന്ററിനെ ഉദ്ധരിച്ചുകൊണ്ട് അദ്ദേഹം നടത്തിയത്, ഇതിലൂടെ പറയാൻ ശ്രമിച്ചത്, ലോകമെമ്പാടും ഇസ്ലാമിനെ മാത്രമായിട്ട് ഒറ്റതിരിഞ്ഞ് ആക്രമിക്കുന്ന സാഹചര്യമുണ്ട്, അതുകൊണ്ട് അത് ഇസ്ലാം കാലാകാലങ്ങളിൽ ഉള്ളതാണ്, അതിനെയൊക്കെ അതിജീവിച്ച് ഇസ്ലാം വളർന്നിട്ടുണ്ട്, ഈ കാലഘട്ടത്തിലും ഇസ്ലാം വളരുകയാണ് എന്ന അമിത ആത്മവിശ്വാസം പ്രഖ്യാപിച്ചുകൊണ്ട് പ്യൂർ റിസർച്ച് സെന്റർ എന്ന് പറയുന്ന ഒരു ഓർഗനൈസേഷന്റെ ഒരു പഠനത്തെ ആസ്പദമാക്കിക്കൊണ്ട് 2011 അവർ പ്രസിദ്ധീകരിച്ച ഒരു പഠനത്തെ ആസ്പദമാക്കിക്കൊണ്ട് അദ്ദേഹം പറയാൻ ശ്രമിച്ചത് 2 കാര്യങ്ങളാണ്. ഒന്ന്, ഇസ്ലാമിലേക്ക് ആളുകൾ കൂട്ടം കൂട്ടമായി കടന്നു വരുന്നു എന്ന് പ്യൂർ റിസർച്ച് സെന്ററിന്റെ ഈ കണക്കുകളിലുണ്ട്. അക്കാരണം കൊണ്ട് തന്നെ ഇസ്ലാം ലോകത്തിൽ ഏറ്റവും വേഗത്തിൽ വളരുന്ന മതമായിട്ടും ആ പഠനം ചൂണ്ടിക്കാണിക്കുന്നു. അത് കണക്കുകൾ ഇങ്ങനെ ഉണ്ട് എന്നാണ്. ശുദ്ധമായ കളവും തട്ടിപ്പുമായിരുന്നു എന്ന് നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞു. ഇനി ആകെ കൺവേർട്ട് ചെയ്യുന്ന ആളുകൾ വളരെ കുറച്ചാണ്. ഏകദേശം പുറത്തു പോകുന്ന അത്രയും ആളുകൾ തന്നെയാണ് കൺവേർട്ട് ചെയ്യുന്ന ആളുകളും ഏകദേശം സമമാണ്. അതുകൊണ്ട് അത് തന്നെ ഈ ഗ്രോത്തിൽ ഒരു ഇമ്പാക്റ്റും ഇല്ല നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി ആകെ കൺവേർട്ട് ചെയ്യുന്ന ആളുകൾ എന്തുകൊണ്ട് ഇസ്ലാമിലേക്ക് വരുന്നു എന്ന കാര്യത്തിൽ ഇദ്ദേഹം പറയുന്നതിൽ ഇദ്ദേഹം കാണിക്കുന്ന ചെറിയ കുസൃതികൾ നമുക്കൊന്ന് പരിശോധിക്കാം. അതിൽ അദ്ദേഹം പറയുന്നത്, അതിൽ കൺവേർട്ട് ചെയ്യുന്ന ആളുകൾ ഭൂരിപക്ഷം പേരും ഇസ്ലാം എന്താണെന്ന് മനസ്സിലാക്കി ജീവിതത്തിന്റെ അർത്ഥം മനസ്സിലാക്കി അത് പഠിച്ച് മനസ്സിലാക്കിയിട്ട് വരുന്നവരാണ് എന്നാണ്. ഇത് ശുദ്ധമായ കളവാണ്. എടുത്തുചാട്ടത്തിന്റെ പേരിൽ ഇസ്ലാമിലേക്ക് ചെന്നുപെട്ട് അതിനകത്ത് കുരുങ്ങിപ്പോയി രക്ഷപ്പെടാൻ മാർഗമില്ലാതെ കരയുന്ന നിരവധി സ്ത്രീകളെ എനിക്കറിയാം. ഭർത്താവ് ഗൾഫിൽ പോയിട്ട് കൺവേർട്ടായി ഇസ്ലാമിലേക്ക് പോയി കുടുംബം തകരാതിരിക്കാൻ വേണ്ടി ഇസ്ലാം സ്വീകരിച്ചവർ, പ്രണയത്തിൽപ്പെട്ടു, കല്യാണം നടക്കണം, മുസ്ലിം ആവണം, അതിന്റെ പേരിൽ ആ പ്രണയത്തിന് വേണ്ടി മതം ത്യജിച്ച ആളുകളെ എനിക്കറിയാം. പിന്നീട് അബദ്ധം പറ്റിയെന്ന് മനസ്സിലായവരെ. വേറെ കുറെ കാരണങ്ങളുണ്ട്, അതിലേക്ക് നമ്മൾ വരാം. ഇവിടെ ഇദ്ദേഹം പറയുന്ന ഈ അവകാശവാദം ശരിയാണോ എന്ന് നമുക്കൊന്ന് പരിശോധിക്കേണ്ടതുണ്ട്. അതിലേക്ക് നമ്മൾ ആദ്യം നിങ്ങളെ കാണിക്കാൻ പോകുന്നത് കൺവേർട്ട് ചെയ്യപ്പെടുന്ന ആളുകൾ എന്തുകൊണ്ട് കൺവേർട്ട് ചെയ്യുന്നു എന്നുള്ളത്. ഇതാണ് അദ്ദേഹം കാണിച്ച ഭാഗം. ഇതിനകത്ത് ഈ ലേഖനത്തിൽ നിന്നുള്ള ഭാഗമാണ് അദ്ദേഹം അവിടെ ഉദ്ധരിക്കുന്നത്. അതില് അദ്ദേഹം കാണിച്ചത്, അല്ലെ ആ ലേഖനത്തിൽ അദ്ദേഹം കാണിക്കുന്ന ആ ഗ്രാഫ് അല്ലെങ്കിൽ ആ ഒരു കണക്കുകളുടെ മുൻപ് വളരെ കൃത്യമായിട്ട് ഒരു ഭാഗം ഇതിനകത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്താണത്? ഇസ്ലാമിലേക്ക് ആളുകൾ കൂട്ടത്തോടെ കടന്നു വരുന്നു എന്നല്ല, മറിച്ച് ഈ ഭൂരിപക്ഷം പേര്, അതായത് പ്രായപൂർത്തി എത്തുന്ന ആളുകളിൽ വലിയൊരു ശതമാനം, ഒരു 1/4 ആളുകൾ അമേരിക്കയിൽ മുസ്ലിങ്ങളായി ജനിച്ച് ജീവിച്ച് വളർന്നു വരുന്ന മുസ്ലിങ്ങളിൽ 23% ആളുകൾ അവർ ഇസ്ലാമിന്റെ ഭാഗമല്ല എന്ന് പ്രഖ്യാപിക്കുന്നവരാണ് എന്ന് ഇദ്ദേഹം ഇസ്ലാമിലേക്ക് ആളുകൾ കൺവേർട്ട് ചെയ്യാനുള്ള കാരണം പറയുന്ന ലേഖനത്തിന്റെ മുകളിൽ കാണാം. എന്നാൽ നിങ്ങൾ നോക്കൂ, അത് ക്രിസ്ത്യാനിറ്റിയിൽ ജനിച്ച് ജീവിച്ച് വളർന്ന് മതം ഉപേക്ഷിക്കുന്ന ആളുകളുടെ എണ്ണത്തേക്കാൾ കൂടുതലാണ്. ഈ കണക്കിന്റെ താഴെ, ഈ കണക്ക് അദ്ദേഹം കാണാത്തതല്ല, അദ്ദേഹം ഇതിന്റെ താഴെ നിന്ന് 2 ചാർട്ടാണുള്ളത്. അതിൽ ഒരു ഭാഗം മാത്രം അദ്ദേഹം നമ്മളെ കാണിക്കുകയാണ്. അത് ഇതാണ്. ഇതിൽ വലതു ഭാഗത്തുള്ളതാണ് അബ്ദുള്ള ബാസിൽ കാണിച്ച വീഡിയോയിൽ കാണിച്ച ഭാഗം. അതിൽ തന്നെ ഏറ്റവും മുകളിലുള്ള ഭാഗം മാത്രം, ആ 24%, 21% മാത്രമാണ് അദ്ദേഹം കാണിച്ചത്. 24% ആളുകൾ ഖുർആനിന്റെ പഠനവും അല്ലെങ്കിൽ അധ്യാപനവും ഒക്കെ ശരിയാണെന്ന് മനസ്സിലാക്കിയിട്ട് ആകെ കൺവേർട്ട് ചെയ്യുന്നവരുടെ 24% അങ്ങനെയാണ് പോകുന്നത് എന്നാണ് പറയുന്നത്. ബാക്കി 21% പേര്, അതിൽ തന്നെ ബാക്കി 24-ൽ ഒരാൾ അങ്ങനെ പോകുമ്പോൾ 4-ൽ 3 പേര് എങ്ങനെ പോകുന്നു നമ്മൾ അറിയണമല്ലോ. അതുകൊണ്ട് 21% പേര് ഇസ്ലാമിന്റെ ടെക്സ്റ്റും കാര്യങ്ങളും പഠിച്ചിട്ട് പോകുന്നു എന്ന് വെച്ചാൽ ബാക്കിയുള്ള ആളുകൾ നിങ്ങൾ നോക്കൂ, വാണ്ടഡ് ടു ബീയിങ് ടു എ കമ്മ്യൂണിറ്റി,
ഒരു കമ്മ്യൂണിറ്റിയുടെ ഭാഗമാകണം എന്ന് ആഗ്രഹിച്ചു പോകുന്നവർ, ഒരു കെട്ടുറപ്പുള്ള ഒരു സമൂഹം എന്ന രീതിയിൽ ഒരു ഉമ്മത്ത് അതിന്റെ ഭാഗമായി നിൽക്കുന്നതിന്റെ സുഖം അനുഭവിക്കാൻ പോകുന്നവർ 10%, കല്യാണം അല്ലെങ്കിൽ ഏതെങ്കിലും റിലേഷൻഷിപ്പുമായി ബന്ധപ്പെട്ട് പോകുന്നവർ 9%, ഏതെങ്കിലും ഒരു ദഅവ പ്രവർത്തകന്റെ കെണിയിൽ കുടുങ്ങി പോകുന്നവർ 9%, കുടുംബപരമായ കാരണങ്ങളാൽ പോകുന്നവർ 8%. ഇങ്ങനെയുള്ള കണക്കുകൾ അത് കാണാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം മുകളിലത്തെ 2 ഭാഗം മാത്രം കട്ട് ചെയ്തിട്ട് നമ്മളെ മുമ്പ് കാണിച്ചത്. എന്നാൽ ഇസ്ലാം വിട്ടുപോകുന്നവരുടെ കണക്ക് ഇദ്ദേഹം ഈ വായിച്ച കണക്കിന് മുകളിലുണ്ട്. നേരത്തെ പറഞ്ഞല്ലോ, അമേരിക്കയിൽ യുവാക്കളിലെ 23% ആളുകൾ ഇസ്ലാം ഉപേക്ഷിച്ച് പോവുകയാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. അവരുടെ കാരണം, അവരെന്തുകൊണ്ട് ഇസ്ലാം ഉപേക്ഷിക്കുന്നു എന്ന കാരണം കൂടി ഒറ്റ സ്ക്രീനിൽ നമ്മൾ കാണുമ്പോഴാണ് ഇതിന്റെയൊക്കെ ഗുട്ടൻസ്, ഇവർ കാണിക്കുന്ന തരികിടയുടെ അവസ്ഥ നമുക്ക് മനസ്സിലാവുക. എന്തൊക്കെയാണ് കാരണം? ഇഷ്യൂ വിത്ത് റിലീജിയൻ ഇൻ ജനറൽ, പൊതുവിൽ മതങ്ങളോട് താല്പര്യമില്ലായ്മ, മതം എന്ന് പറയുന്നതിനെ കുറിച്ചുള്ള സങ്കല്പത്തോടുള്ള വിരക്തി. അതുകൊണ്ട് ഇസ്ലാം വിടുന്നവർ ആളുകളുടെ എണ്ണം എത്ര ശതമാനമാണ് നിങ്ങൾ നോക്കിയേ? 25%. ഇഷ്യൂസ് വിത്ത് ഇസ്ലാം ഇൻ പർട്ടിക്കുലർ ഞാൻ വായിച്ചിട്ട് അതിൽ എഴുതിയിട്ടില്ല, ഞാൻ അത് പറയണ്ട. ഇസ്ലാമുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ കാരണം ഇസ്ലാം ഉപേക്ഷിക്കുന്നവരുടെ ശതമാനം എന്ന് പറയുന്നത് 19%. അതിലെന്തൊക്കെ വരും? അവര് മുസ്ലിം കുടുംബത്തിൽ ജനിച്ച് ജീവിച്ചു എന്നേ ഉള്ളൂ, കാര്യമായിട്ട് ഇസ്ലാം പ്രാക്ടീസ് ചെയ്യാത്ത ആൾക്കാർ, ഇസ്ലാമിന്റെ ടീച്ചിങ്സ്, ഇസ്ലാമിലെ നിയമങ്ങൾ അതുമായി ബന്ധപ്പെട്ട് പൊരുത്തപ്പെടാൻ പറ്റാത്ത ആൾക്കാർ. ഇനി നോക്ക്, പ്രിഫറൻസ് ഫോർ അതർ റിലീജിയൻ ഓർ സ്പിരിച്വാലിറ്റി, ഇസ്ലാമിനേക്കാളും മികച്ച വേറെ മതങ്ങളുണ്ട് എന്ന് വിചാരിച്ച് പോകുന്ന ആളുകൾ 16%. പേഴ്സണൽ ഗ്രോത്ത് നോക്കി പോകുന്ന ആളുകൾ 14%. ഈ പേഴ്സണൽ ഗ്രോത്ത് നോക്കി പോകുക എന്ന് പറഞ്ഞാൽ എന്താണ്? കൂടുതൽ വിദ്യാഭ്യാസം നേടാൻ വേണ്ടിയിട്ട്, കുറച്ചുകൂടിയൊക്കെ സ്വതന്ത്രമായും സാമൂഹ്യ ബോധത്തോടെ ജീവിക്കാൻ വേണ്ടി പോകുന്നവര്. ഈ പറയപ്പെടുന്ന മൊത്തം കണക്കും ഇതൊക്കെ ഇസ്ലാമിന്റെ ചെള്ളക്ക് കൊട്ടി പോകുന്നവരാണ്. ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്നവരുടെ ശതമാനക്കണക്ക് വിശദീകരിച്ചതിലെ 60%-ലധികം പേരും 30%, 50%, 70%, 74% ആളുകളും ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന മനുഷ്യന്മാരിൽ 74% ആൾക്കാരും ഇസ്ലാം എന്ന് പറയുന്നത് മനുഷ്യന്മാർക്ക് ഉപകാരമില്ലാത്ത സാധനമാണ് എന്ന് തിരിച്ചറിഞ്ഞു പോകുന്നവരാണ്. അപ്പോഴാണ് 24% ആൾക്കാർ ഇസ്ലാമിന്റെ അർത്ഥം തേടിയിട്ട് ഇസ്ലാമിലേക്ക് വരുന്നു എന്ന കണക്കുമായിട്ട് അബ്ദുള്ള ബാസിൽ വരുന്നത്. എന്ന് മാത്രമല്ല, അതേ കണക്ക് അബ്ദുള്ള ബാസിൽ ഇട്ട പേജിന്റെ തൊട്ടു മുകളിലായിക്കൊണ്ട് അമേരിക്കയിലെ പ്രത്യേകമായിട്ടുള്ള കണക്കാണ് അവൾ പറയുന്നത് കേട്ടോ. അമേരിക്കയിൽ മുസ്ലിങ്ങളായി ജനിച്ചു വളർന്ന ആളുകളിൽ 23% ആളുകൾ മതം വിടുന്നു എന്ന കണക്കും അതിലുണ്ട്. നിങ്ങൾ പറയൂ, ഈ വിമർശനങ്ങൾക്കിടയിൽ ഇസ്ലാം എവിടെ വളരുന്നു എന്നാ, എങ്ങനെ വളരുന്നു എന്നാ? ഇതാണ് ഇവരുടെ ഡയലോഗ് ആയാലും, ഇവരുടെ അൺമാസ്കിംഗ് എത്തീസം ആയാലും, ഇവരുടെ ഇസ്ലാമിക ന്യായീകരണമായാലും, ഇവരുടെ ഇസ്ലാം വിമർശകർക്കുള്ള മറുപടി ആയാലും എല്ലാത്തിൻ്റെയും കഥ ഏകദേശം ഇതാണ്. ഇങ്ങനെ അവിടുന്ന് ഇവിടുന്ന് പൊട്ടും പൊടിയും എടുത്തുകൊണ്ടുവന്ന് ആളുകളെ കബളിപ്പിച്ച്, വസ്തുതകളെ മറച്ചു വെച്ച്, വസ്തുതകളെ വളച്ചൊടിച്ച്, ഇല്ലാ കഥകൾ ഉള്ളതിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്ത് വെച്ച്, പ്യൂ റിസർച്ച് സെന്ററിന്റെ ചിറകിലേറി ലോകത്തിലേക്ക് ഏറ്റവും വേഗത്തിൽ വളരുന്ന ഇസ്ലാമാണ് എന്ന് പറയുന്ന കൂട്ടത്തിൽ ആ വളർച്ചയുടെ കാരണം കൺവേർഷൻ ആണ് എന്നും വിമർശിക്കും തോറും വളരുകയാണ് ഇസ്ലാം ചെയ്യുന്നത് എന്നുള്ള തള്ളും തരികിടയുമാണ് ഡയലോഗ് 8.0 അബ്ദുള്ള ബാസിൽ അവതരിപ്പിച്ച വിഷയത്തിന്റെ ആകെത്തുക. ഇനി മറുപടി കിട്ടിയില്ല എന്നും പറഞ്ഞ് ഓടി നടക്കണ്ട, അക്ഷരത്തെറ്റും പെശകും പരിശോധിച്ച് നടക്കണ്ട. ഈ പറഞ്ഞ കാര്യങ്ങളിൽ അബ്ദുള്ള ബാസിലിനോട് ചോദിക്കുന്ന 2-3 ചോദ്യങ്ങളുണ്ട്. ഒന്നാമത്തെ ചോദ്യം, ഇസ്ലാമിനെതിരെ വിമർശനങ്ങൾ ഉന്നയിക്കപ്പെടുന്നു, അല്ലെങ്കിൽ ഇസ്ലാമിനെതിരെയുള്ള ആക്ഷേപങ്ങളും വിമർശനങ്ങൾക്ക് മാത്രമായിട്ട് മാധ്യമങ്ങളും സോഷ്യൽ മീഡിയ ഹാൻഡിലുകളും ഉണ്ട് എന്ന് പറയുമ്പോൾ, ഇസ്ലാമിന് വേണ്ടി മാത്രം, ഇസ്ലാം വിരുദ്ധരെ എതിർക്കാനും അവരെ പൊളിക്കാനും വേണ്ടി, അവരെ അവർക്കെതിരെ പരദൂഷണം പറയാനും നുണ പറയാനും വേണ്ടി, ഒരു തെളിവില്ലാത്ത ആക്ഷേപങ്ങൾ ഉന്നയിക്കാൻ വേണ്ടി, മറ്റുള്ള മതങ്ങളെ ആക്ഷേപിക്കാനും അതൊന്നും ശരിയല്ല, ഇതിലേക്ക് വരണം, ഇതിൽ വന്നാലേ നിങ്ങളെ ജീവിതം ശരിയാവുള്ളൂ എന്ന് പ്രസംഗിക്കാനും വേണ്ടി, ദഅവത്ത് നടത്താൻ വേണ്ടി, ഇസ്ലാമിക അധ്യാപനം നടത്താൻ വേണ്ടി മാത്രം പ്രവർത്തിക്കുന്ന എത്ര ചാനലുകളുണ്ട്. ഇതൊരു കമ്പാരിസൺ വെച്ചിട്ട് അതിൻ്റെ ഒരു പെർസെൻറ്റേജ് എത്രയാണ് എന്ന് പറയാൻ താങ്കൾ തയ്യാറാവണം. രണ്ടാമത്തെ കാര്യം, പ്യൂ റിസർച്ച് സെന്ററിൽ താങ്കൾ ഉന്നയിച്ചതുപോലെ ഇസ്ലാം മതം വളരുകയാണ് എന്ന കണക്കിൽ എവിടെയെങ്കിലും ഇസ്ലാമിന്റെ ജനസംഖ്യാ വർധനവിന്റെ കാരണമായിട്ട് ഇസ്ലാമിലേക്കുള്ള കൺവേർഷൻ അതിൽ ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ടോ? നിങ്ങൾ ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ തെളിവ് കാണിക്കണം. അതല്ലെങ്കിൽ നിങ്ങൾ കാണിച്ചത് ശുദ്ധമായ കാപട്യമാണ് എന്ന് നാട്ടുകാർ മനസ്സിലാക്കും. മൂന്നാമത്തെ കാര്യം ഈ അവസാനം പറഞ്ഞതാണ്. ആകെ കൺവേർട്ട് ചെയ്യപ്പെടുന്ന ആളുകളുടെ എണ്ണം പറയുന്ന ലേഖനത്തിൽ ഇസ്ലാമിലേക്ക് കൺവേർട്ട് ചെയ്തു വരുന്ന ആളുകൾ, അല്ലെങ്കിൽ 23% അമേരിക്കൻ കമ്മ്യൂണിറ്റി ഇസ്ലാമിലേക്ക് പോകുന്നില്ല, അല്ലെങ്കിൽ 23% വർധനവ് കൺവേർഷനിലൂടെ അമേരിക്കയിലെ ഇസ്ലാമിൽ ഉണ്ടാവുന്നില്ല. പക്ഷേ 23% മുസ്ലിം യുവത അമേരിക്കയിൽ ഇസ്ലാം ഉപേക്ഷിക്കുന്നു എന്ന കണക്ക് നിങ്ങൾ വായിച്ച അതേ ലേഖനത്തിൽ മുകളിലുണ്ട്. നിങ്ങളത് കാണാത്തതാണോ? അത് കണ്ട ഭാഗം നടിക്കാത്തതാണോ? അതോ നിങ്ങൾ പ്രസക്തമല്ല എന്നതുകൊണ്ട് ഒഴിവാക്കിയതാണോ?
ഈ പറയപ്പെടുന്ന രീതിയിൽ കൺവേർട്ട് ചെയ്യപ്പെടുന്ന ആകെ എണ്ണം അവർ കൺവേർട്ട് ചെയ്യാനുള്ള കാരണം പറയുന്ന കൂട്ടത്തിൽ നിങ്ങൾ ആദ്യത്തെ 2 പോയിന്റ് മാത്രം എടുത്ത് ബാക്കിയുള്ള കാരണം എങ്ങനെയാണ് ഇസ്ലാമിലേക്ക് എത്തപ്പെടുന്നത്, കല്യാണത്തിന്റെ കാര്യം, കുടുംബ പ്രശ്നം, ദഴവക്കാരുടെ സ്വാധീനം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കമ്മ്യൂണിറ്റിയുടെ ഭാഗമായിട്ട് നിൽക്കാനുള്ള ആഗ്രഹം കൊണ്ട് വരുന്നവർ, ഇതിലൊന്നും ദൈവികമായ കാരണങ്ങളില്ല. അപ്പൊ അതുകൊണ്ട് അത്തരം കാരണങ്ങൾ കൊണ്ട് ഇസ്ലാം സ്വീകരിക്കുന്നവരുടെ ശതമാനം നിങ്ങൾ മറച്ചു വെച്ചതാണോ? എന്തിനു വേണ്ടിയിട്ടാണ്? ഇസ്ലാം ഉപേക്ഷിച്ചു പോകുന്ന ആളുകളുടെ എണ്ണവും അതിന്റെ കാരണവും കൂടി ആ താരതമ്യത്തിൽ ഉൾപ്പെടുത്താൻ താങ്കൾക്ക് കഴിയാതിരുന്നത് എന്തുകൊണ്ടാണ്? ഈ 4 പോയിന്റുകൾക്കാണ് നിങ്ങൾ മറുപടി പറയേണ്ടത്. ഈ 4 പോയിന്റാണ് നിങ്ങൾ അവിടെ അവതരിപ്പിക്കാൻ ശ്രമിച്ചത്. അതിനാണ് നമ്മൾ വസ്തുനിഷ്ഠമായിട്ട് മറുപടി പറഞ്ഞത്. അതുകൊണ്ട് നിങ്ങൾ മറുപടി പറയുന്നുണ്ട്, ഇതിന് പ്രതികരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഈ 4-5 ചോദ്യങ്ങൾ നമ്മളിവിടെ ഉന്നയിച്ചിട്ടുണ്ട്. ആ ചോദ്യങ്ങൾക്ക് മറുപടി പറയുകയാണ്. ഇനി എന്തായാലും എല്ലാ വീഡിയോയ്ക്കും വേണ്ടി പ്രത്യേകം മറുപടിക്ക് വേണ്ടി നിങ്ങൾ ആവശ്യപ്പെടേണ്ടതില്ല. ഡയലോഗ് 8.0 നിങ്ങളുടെ വീഡിയോ കൊണ്ട് നമ്മളിത് ഉദ്ഘാടനം ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. വിസ്ഡം ഗ്രൂപ്പിന്റെ ഡയലോഗിലെ പ്രസക്തമായ വീഡിയോകൾ ഓരോന്ന് പരിശോധിച്ച് അത് സമയം പോലെ മറുപടി തരും. ഒരു വീഡിയോയും ഇസ്ലാമുമായി ബന്ധപ്പെട്ട് നിങ്ങൾ നടത്തിയിട്ടുള്ള അവകാശവാദങ്ങളും വിമർശകർക്ക് കൊടുത്തുള്ള മറുപടികൾക്കുള്ള പ്രതികരണവും തീർച്ചയായിട്ടും ഒന്നും വിടാതെ നിങ്ങൾക്ക് കിട്ടും. ചിലപ്പോൾ സമയമെടുക്കും, കാരണം എനിക്ക് വേറെയും ഏർപ്പാടുകളുണ്ട്. എനിക്ക് സംവിധാനങ്ങളിലെ ഞാൻ ഒറ്റക്കാണ്. അപ്പൊ അതിൻ്റെയൊക്കെ കുറെ പരിമിതികളുണ്ട്. ആ പരിമിതികൾക്കകത്ത് നിന്നുകൊണ്ട് തീർച്ചയായിട്ടും മറുപടി ഉണ്ടാവും. പിന്നെ ചിലപ്പോൾ സമയം എടുക്കും, കാരണം നിങ്ങൾ തന്നെ അറിയാലോ, ഒരാൾ ഇരുന്ന് നുണ പറയാൻ എത്ര സമയം മതി? അതിപ്പോ ഇങ്ങനെ എത്ര സമയത്തെ അധ്വാനാണ്. ഇന്ന് ഞായറാഴ്ച കൊണ്ട് വീട്ടിൽ ഫ്രീ ആയിട്ട് ഇരുന്നത് കൊണ്ടാണ് എനിക്കിന്നത് ഇങ്ങനെ ചെയ്യാൻ പറ്റിയത്. വേറെ ഒരാളുടെ സഹായമൊന്നുമില്ല. അപ്പൊ അതുകൊണ്ട് അതൊക്കെ മനസ്സിലാക്കുക. മറുപടികൾ ഉണ്ടാവും. മറുപടി പറയുമ്പോൾ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് പോയിന്റ് വൈസ് മറുപടി പറയാം. വെറുതെ കൂടിയിരുന്ന് പരദൂഷണം പറയിക്കുന്നതൊക്കെ പഴഞ്ചൻ ഏർപ്പാടാണ്. അതൊന്നും വിലപ്പോവില്ല എന്ന് മാത്രം പറയുന്നു. ഇനി നിങ്ങൾ പറഞ്ഞ പരദൂഷണത്തിനുള്ള മറുപടിയും സമയം പോലെ നിങ്ങൾക്ക് കിട്ടും. ഒന്നും നിങ്ങൾ ഡെപ്പോസിറ്റ് ചെയ്തൊന്നും പലിശ കിട്ടാതെ നഷ്ടപ്പെട്ടു പോകുന്ന പ്രശ്നം ഉദിക്കുന്നില്ല. അബ്ദുൽ അബ്ബാസിലെ നവദാഴി എന്ന എന്താ പറയുക, നിയോ ദാഴികളായിട്ട് രംഗപ്രവേശം ചെയ്തിട്ട് കള്ളവും കാപട്യവും തള്ളും കൊണ്ട് ഇസ്ലാം വിമർശകരൊക്കെ പ്രശ്നക്കാരാണ് എന്ന് ചിത്രീകരിക്കാനും ഇസ്ലാം എന്തോ ചക്കരക്കട്ടിയാണ് എന്ന് സമർത്ഥിക്കാനൊക്കെ നിങ്ങൾ ശ്രമിക്കുമ്പോൾ മറുപടി തറയാൻ നമ്മൾ ഇവിടെയൊക്കെ ഉണ്ട്. നമ്മൾ ഇതിനു മുമ്പ് ഇഷ്ടംപോലെ മറുപടി പറഞ്ഞിട്ടുണ്ട്. ആ മറുപടിയിലൊന്നും നിങ്ങൾ തൊട്ട് ഉപ്പ് നോക്കിയിട്ടില്ല. ഈ മറുപടിയിൽ നിങ്ങൾ തൊട്ട് ഉപ്പ് നോക്കുകയാണെങ്കിൽ ചോദ്യങ്ങൾ എണ്ണി ചോദിച്ചിട്ടുണ്ട്. ഉത്തരം കൃത്യമായിട്ട് വരണം. വെറുതെ എന്തെങ്കിലും വള എന്ന് പറയാൻ വേണ്ടി 3-4 ആളെയും കൂട്ടിയിട്ട് ആ മൂലയിൽ കുത്തിയിരിക്കരുത് എന്നാണ് അവിടെ പറയാനുള്ളത്. അതുകൊണ്ട് ഇത്തരം വീഡിയോകൾ ഇനിയും പ്രതീക്ഷിക്കാം. നിങ്ങൾ നടത്തിയിട്ടുള്ള ഒരു ഡയലോഗും, നിങ്ങൾ നടത്തിയിട്ടുള്ള ഒരു ന്യായീകരണവും, നിങ്ങൾ നടത്തിയിട്ടുള്ള ഒരു മറുപടിയും വിമർശകരെ പൊളിച്ചെടുക്കുന്ന ഒരു ഏർപ്പാടും നിങ്ങൾക്ക് ഫലമില്ലാതെ പോകില്ല. അതൊക്കെ കൃത്യമായിട്ട് ഇസ്ലാമിന്റെ പെടലിയിൽ വന്ന് വീഴും. ഒരു പ്രശ്നമില്ല. അത് നമുക്ക് ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഇല്ലാതിരുന്നാൽ സമയം കിട്ടുന്നതിനനുസരിച്ച് എല്ലാ സാധനങ്ങളും കിട്ടും. അപ്പൊ അതുകൊണ്ട് ഇത് കേട്ടിട്ട്, ഈ വീഡിയോ കണ്ടിട്ട് അബ്ദുൽ അബ്ബാസിലാണോ തരികിടയും കളവും നടത്തുന്നത്, അതല്ല ഇസ്ലാമിനെ വിമർശിക്കുന്നവരാണോ എന്ന് ബോധ്യപ്പെട്ടവർ സത്യസന്ധമായി മാത്രം കമന്റ് ബോക്സിൽ അത് നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക. ഈ കമന്റുകൾ അബ്ദുൽ അബ്ബാസിന് വേണ്ടിയിട്ടല്ല, അതെനിക്ക് പരിഗണിക്കാൻ വേണ്ടിയിട്ടാണ്. അബ്ദുൽ അബ്ബാസിൽ ചെയ്യേണ്ടത്, ഇതിൽ ചോദ്യങ്ങൾ കൃത്യമായിട്ട് അവതരിപ്പിക്കപ്പെട്ടിട്ടുണ്ട്, ചോദ്യങ്ങൾ കൃത്യമായി ഉന്നയിക്കപ്പെട്ടിട്ടുണ്ട്. ആ ചോദ്യങ്ങൾക്കുള്ള മറുപടി കൃത്യമായും വ്യക്തമായിട്ടുണ്ടെങ്കിൽ പറയുക. അല്ലാതെ മറുപടി കിട്ടിയില്ല. മറുപടികൾ കിട്ടുന്നത് കാണാത്തതുപോലെ ഉറക്കം നടിച്ച് മാറിക്കിടന്നിട്ട് പിന്നെ മറുപടി കിട്ടിയില്ല എന്ന് പറഞ്ഞ് നിലവിളിക്കുന്നതൊന്നും മാന്യതയല്ല എന്നാണ് എനിക്ക് അബ്ദുൽ അബ്ബാസിനോട് പറയാനുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഇന്ന് ഈ ഉദ്ഘാടന പരിപാടി നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്.